Hi all, May 2025 revision test paper നമുക്ക് ചെക്ക് ചെയ്യാം. സെക്ഷൻ ബി ആണ്, ഇൻകം ടാക്സിൻ്റെ കവേർഡ് അല്ല, GST ആണ് നോക്കുന്നത്. ഡെഫിനറ്റ്ലി റിവിഷൻ ടെസ്റ്റ് പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വിടാൻ പാടില്ല, ഡയറക്റ്റ്ലി തന്നെ ചോദിക്കാൻ ചാൻസസ് ഉണ്ടാവും. അത് GST ഇൻകം ടാക്സിന് മാത്രമല്ല, എല്ലാത്തിൽ നിന്നും നിങ്ങൾ റിവിഷൻ ടെസ്റ്റ് പേപ്പർ മിസ്സാക്കേണ്ട തന്നെ നോക്കുക. ഓക്കെ, സോ ആദ്യം നമുക്ക് കേസ് സിനേറിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ്ലി സംഭവ് ലിമിറ്റഡ്, a company registered under the GST and engaged ഒരു 30 കേസ് സിനേരിയോസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ട്. സോ അത് കിട്ടാത്തവർ ആരെങ്കിലുമായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. ലൈക്ക് ഐ സേ സ്റ്റുഡൻസ് BOS knowledge portal, visit, click here and you can see over here കേസ് സിനേരിയോസ് ബുക്ക്ലെറ്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ബുക്ക്ലെറ്റ് ഓൺ കേസ് സിനേരിയോസ്. ഓക്കെ, സോ ഏകദേശം യു ക്യാൻ സീ ഹിയർ 30. ഓക്കെ, 30 കേസ് സിനേരിയോസ് ഇവിടെ കവേർഡ് ആണ്. ഓക്കെ, സോ ഡോണ്ട് മിസ് ദിസ്. ഇത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇത് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എടുക്കാം. Okay, so moving further, engaged in manufacturing and e-commerce രണ്ടിലുണ്ട്. ഓക്കെ, ഇ-കൊമേഴ്സ്. സോ നമ്മൾ കണ്ടു ഓൺ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് നമ്മളുടെ വെബ്സൈറ്റിലൂടെ സെല് ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റ്സ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് അക്രോസ് ഇന്ത്യ, പല സ്റ്റേറ്റ്സിലുണ്ട്. ആൻഡ് ദ കമ്പനി പ്രൊക്യൂർസ് റോ മെറ്റീരിയൽസ് ഫ്രം വേരിയസ് സപ്ലയേഴ്സ്, പലരിടത്തും റോ മെറ്റീരിയൽസ് മേടിക്കുന്നുണ്ട്. ആൻഡ് സപ്ലൈസ് ഫിനിഷ് ഗുഡ്സ്, റോ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അത് കാരണം മാനുഫാക്ചറിങ് ഇന്ത്യയാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, മാനുഫാക്ചർ ചെയ്തിട്ടാണ് വിൽക്കുന്നത്. എങ്ങനെയാണ് വിൽക്കുന്നത്? ഇവിടെ ഇന്ത്യയിലും വിൽക്കുന്നുണ്ട്, ഇൻ്റർനാഷണലിലും വിൽക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, ഫെസിലിറ്റേറ്റിംഗ് തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആസ് വെൽ ആസ് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ഇറ്റ്സ് ഓൺ അക്കൗണ്ട് ത്രൂ ഇറ്റ്സ് പോർട്ടൽ റൗണ്ട് ദ ക്ലോക്ക്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ, അപ്പോൾ ഇതിനൊരു പോർട്ടൽ ഉണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും, ലൈക്ക് ആമസോൺ പോലെ തന്നെ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ പ്രോഡക്ട്സും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. ഇവരുടെ മാത്രമല്ല സെല് ചെയ്യുന്നത്, ഇവരുടെ മാത്രമാണെങ്കിൽ എന്താ പറയുക, RCM ലയബിളായ ഇ-കൊമേഴ്സിലേക്ക് വരില്ല, സേ 95 and all. ഓക്കെ, അതെല്ലാം നമ്മളവിടെ നോക്കിയതാണ്. സോ ഇവർ മറ്റുള്ളവരുടെ പ്രോഡക്ട്സാണ് വിൽക്കുന്നത്. സോ ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ 2/44, 2/45 കാറ്റഗറിയിലേക്ക് തന്നെ വരും. സോ ഫെസിലിറ്റേറ്റിംഗ് തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആസ് വെൽ ആസ് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ അക്കൗണ്ട്. അവരുടെയും പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയുടെയും വിൽക്കുന്നുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ഡ്യൂറിങ് ഇറ്റ്സ് ഫിനാൻഷ്യൽ റിവ്യൂ എന്ത് സംഭവിച്ചു? മാനേജ്മെൻറ്റ് ഓഫ് സംഭവ് ലിമിറ്റഡ് ഒബ്സർവ് ദ ഫോളോയിങ്, താഴെ പറയുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് നമ്മൾക്ക് ഇതിനകത്ത് ടേക്ക് അവേസ് ആയിട്ടുള്ളത്? ഇവർ മാനുഫാക്ചറാണ് ആൻഡ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. കൂടാണ്ട് സെല്ലിങ് their own goods through their website and selling third party, sorry for the spelling mistake, selling third party products through their വെബ്സൈറ്റ്. അവിടെ സ്പേസ് വന്നു. ഓക്കെ, സോ ഇങ്ങനെ രണ്ടും ചെയ്യുന്നുണ്ട് അവർ. പിന്നെ നോക്കാം, ദ കമ്പനി ഡിസ്കണ്ടിന്യൂഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാമിൽ. അവർ എന്ത് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു ഫ്രം 15th December. ഓക്കെ, സോ 15th December മുതൽ അവരെന്ത് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു ഓപ്പറേഷൻസ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂവൻസ്. ഓക്കെ, ഫ്രം 15th December വേർ ആസാം. ഓക്കെ, ആസാമിൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, സോ ആസാം. ആൻഡ് പിന്നെന്താ സംഭവിച്ചത്, ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്നാ ഫർണിഷ് ചെയ്തു. 5th January ഓൺലൈൻ ആപ്ലിക്കേഷൻ അവരെന്ത് ചെയ്തത്, ഫയൽ ചെയ്തത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ 5th January, 15 December നിർത്തിയിട്ട് 5th January അവരെന്ത് ചെയ്തു, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ഓക്കെ, ഡിസ്കണ്ടിന്യൂവൻസ് ഫ്രം ദിസ് ഡേറ്റ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? പിന്നെ എന്താ സംഭവിച്ചത്,
പിന്നെ നടന്നത് the registration was suspended from the same day. Date of suspension of the registration same day. Order of cancellation of registration was passed on 2nd February. Order pass ചെയ്തത് 2nd ഫെബ്രുവരിയിലാണ്. Suspension of registration same day. Order എന്നാ പാസ് ചെയ്തത് order of cancellation of registration is 2nd February. Okay, 2nd February. ഇതെല്ലാം നമ്മളുടെ FAQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അവിടെ ആവശ്യം വരും, അതുകൊണ്ട് സമ്മറൈസ് ചെയ്യുന്നത്. പിന്നെ എന്ന എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ വരെ രജിസ്ട്രേഷൻ വാസ് ക്യാൻസൽ വിത്ത് എഫക്ട് ഫ്രം എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ 31st January. 31st January. സോ എന്താ ഇതിനാ വ്യത്യാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓർഡർ വന്നത് 2nd ഫെബ്രുവരിയിലാണെങ്കിലും ഓർഡറിനകത്തുള്ളത് 2nd ഫെബ്രുവരി മുതലല്ല ക്യാൻസൽഡ് ആയിരിക്കുന്നത്, റെട്രോസ്പെക്റ്റീവ് ഡേറ്റ് ആയ 31st January മുതലാണ് ക്യാൻസലേഷൻ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നതാണ് ഈ ഒരു വ്യത്യാസം. സോ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് പാരഗ്രാഫ് എന്ത് ചെയ്തു? നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, the company paid an amount of 5 lakhs along with tax payable thereon to a supplier. Rudraksh Enterprises എന്ത് ചെയ്തു? പേ ചെയ്തു, കമ്പനി പേ ചെയ്തു എമൗണ്ട് pursuant to settlement of a dispute in December month of the current financial year. എന്തോ ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, അവർ GST സഹിതം എന്ത് ചെയ്തു? പേ ചെയ്തു. The company had an earlier reversed. ഈ അപ്പോൾ പേ ചെയ്യാനുണ്ടായല്ലോ, നമ്മൾക്ക് ഓർമ്മയില്ലേ, 180 ഡേയ്സിന് മേലെ പേബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ITC ക്ലെയിം ചെയ്ത് റിവേഴ്സ് ചെയ്യണം. പിന്നീട് അത് പേ ചെയ്തത് നമ്മൾക്ക് എന്ത് ചെയ്യാം? എന്നാണോ അത് പേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? റീക്ലെയിം ചെയ്യാം. ആ റീക്ലെയിം ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഉണ്ടോ? ക്ലെയിം ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഉണ്ട്. എത്രയാണ്? 30th November ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത്. പക്ഷേ റിവേഴ്സ് ചെയ്തത് പിന്നെ റീക്ലെയിം ചെയ്യാനായിട്ട് ടൈം ലിമിറ്റ് ഇല്ല. സെക്ഷൻ 16 നിങ്ങൾ റെഫർ ചെയ്യണം. ഓക്കെ, സോ ITC റിസീവ്ഡ് ഫ്രം രുദ്രാക്ഷ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ. അപ്പോൾ നേരത്തെ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കമ്പനി ഹാഡ് ഏർലിയർ റിവേഴ്സ്ഡ്. ഓക്കെ, നോൺ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ കാരണമായിട്ട് 180 ഡേയ്സിൻ്റെ. ദ ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ബൈ രുദ്രാക്ഷ ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ഓഫ് ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ്. കാര്യം എന്ന് വെച്ചാൽ സേ ഇപ്പോൾ നമ്മൾ 24-25 ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിൽ ഇവിടെ പറയുകയാണ് ഇത് സെപ്റ്റംബർ കഴിഞ്ഞ വർഷത്തിലാണ് കൊടുത്തതെന്ന് പറയാം. 23-24 ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബറിൽ കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ടൈം ലിമിറ്റ് എക്സ്പയർ ആയി പോകുമെന്ന് നമ്മൾ മനഃപൂർവ്വം ചിന്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിനൊക്കെ. പക്ഷേ ഇവിടെ എന്തില്ല? ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല, റീക്ലെയിം ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ അത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. റീക്ലെയിം ഓഫ് ITC. ഓക്കെ, 5 lakh പെയ്ഡ് നൗ. ITC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ITC വാസ് റിവേഴ്സ്ഡ് earlier. Okay, is that clear? ഇതാണ് അടുത്ത പാരഗ്രാഫിലുള്ള കണ്ടന്റ്. So moving further to next paragraph. So the company provided the accommodation services provided the government agencies of Gujarat registered under GST only in the state of Gujarat മാത്രം. on ഹോട്ടലിലാണ് പ്രൊവൈഡ് ചെയ്തത് in the state of രാജസ്ഥാൻ. നമ്മളുടെ പാർട്ടി എവിടെയാണ് രജിസ്റ്റേർഡ് ആയിട്ടിരിക്കുന്നത്? പല സ്റ്റേറ്റ്സിലുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ രാജസ്ഥാനിലുള്ള സ്റ്റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അക്കോമഡേഷൻ സർവീസസ്. ആർക്കാണ് കൊടുത്തത്? ഗുജറാത്തിലുള്ള ഗവൺമെൻറ്റിനാണ്. പക്ഷേ അക്കോമഡേഷൻ സർവീസ് വരുമ്പോഴേക്കും ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ പ്ലേസ് വെർ ദ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് അല്ലേ. 12 subsection 3 ഓഫ് ദി IGST ആക്ട്. ദി അക്കോമഡേഷൻ സർവീസസ് വെർ പ്രൊവൈഡഡ് ഫോർ സ്റ്റേ ഓഫ് എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് ഹൂ ഹാഡ് അറ്റൻഡഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ടോട്ടൽ കൺസിഡറേഷൻ എത്രയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്? 25 lakhs ആണ് ചാർജ് ചെയ്തത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ നമുക്ക് സിറ്റുവേഷൻ എഴുതാം. എന്തായിരിക്കും MCQ എന്ന് നമുക്കറിയില്ല. അക്കോമഡേഷൻ സർവീസസ്. ഓക്കെ, ലെറ്റ് സി. പ്രൊവൈഡഡ് ടു ഗവൺമെൻറ് ഏജൻസി സ്റ്റാഫ്സ്. അവരുടെ GST ഉള്ളത് എവിടെയാണ്? ദർ GST is in Gujarat. But the accommodation service is in Rajasthan. Okay, hotel is in Rajasthan. Is that clear? അതാണ് അടുത്ത പാരഗ്രാഫ് പറയുന്നത്. നെക്സ്റ്റ് തിങ് ഇസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ജാനുവരി Dum Dum Limited supplied goods worth 75 lakhs through e-commerce operator platform. ഇവരുടെ പ്ലാറ്റ്ഫോം ത്രൂ എന്ത് ചെയ്തു? സപ്ലൈ ചെയ്തു. ഔട്ട് ഓഫ് ദിസ് the goods amounting to 15 lakhs were returned ആണ് നമ്മൾ TCSൻ്റെ കണ്ടായിരുന്നു. നെറ്റ് സപ്ലൈസ് എടുക്കേണ്ടത് നമ്മൾ കണ്ടായിരുന്നു. നെറ്റ് സപ്ലൈസ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? കുറക്കണം നമ്മൾ കണ്ടായിരുന്നു.
Further, the company also supplied its own products amounting to 20 lakhs. അവർ തന്നെ പ്രോഡക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കിയായിരുന്നു, പിട്ടാപ്പള്ളിയുടെയും മൈജിയുടെയൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. ഓക്കെ, 20,000 ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഇൻ ദ സെഡ് മന്ത്. സോ അവരിലൂടെ സപ്ലൈ ചെയ്തത് എത്രയാണ്? 75 lakhs മൈനസ് നെറ്റ് ഓഫ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തത് എത്രയുണ്ട്? റിട്ടേൺ ചെയ്ത് 15 lakhs ഉണ്ട്. അവരിലൂടെ സപ്ലൈ ചെയ്ത മറ്റുള്ളവർ. അവർ സപ്ലൈ ചെയ്തത് എന്തായിരുന്നു? അവരുടെ പ്രോഡക്ട്സ് 20 lakhs. ഓക്കെ, the amount of the hotel accommodation services supplied through its e-commerce operator by hotel owners not required to obtain registration. അപ്പോൾ ഹോട്ടൽ കുറച്ച് അക്കോമഡേഷൻ സർവീസ് ഹോട്ടലിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ കണ്ടായിരുന്നു, എന്താ പറയുക, ഹൗസ് കീപ്പിംഗ്, റാറ്റ്സ് എന്നുള്ളതെല്ലാം കണ്ടായിരുന്നു. ഓക്കെ, ഹൗസ് ഈസ് ഫുൾ ഓഫ് റാറ്റ്സ്. 20 lakhsൻ്റെ ഒരു ഹോട്ടൽ അക്കോമഡേഷൻ സർവീസസും അവർ ത്രൂ പോയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ബ്രീഫ് ചെയ്യാം ഇവിടെ ഇ-കൊമേഴ്സ് operator. Supplies by third parties through their website. Is that clear? എത്രയാണുള്ളത്? 75 lakhs. Net off നമുക്ക് എടുക്കാം. 75 lakhs minus, or we'll take 75 lakh itself. Returned എത്രയാണുള്ളത്? 15 lakhs ഉള്ളത് അല്ലേ? 15 lakhs. പിന്നെ on supplies through on website, it comes to 20 lakhs. Hotel accommodation supplies by third parties. ഇങ്ങനെയാണ് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രാക്ക് ഡൗൺ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ. ഓക്കെ, അൺരജിസ്റ്റേർഡ് amounted to 20 lakhs. Registration under GST amounted to 20 lakhs. Okay, 20 lakhs. So, moving further, ഈ ഒരു പാരഗ്രാഫും കൂടി ഉള്ളൂ, എന്നിട്ട് MCQയിലേക്ക് പോവാം. ദ കമ്പനി ഓൾസോ കംപ്ലീറ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ടൈം ഓഫ് സപ്ലൈനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഓൺ 31st December എന്ത് ചെയ്തു? കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സർവീസ് ആണെങ്കിൽ ഇൻവോയ്സ് റേസ് ചെയ്യുന്ന ടൈം ലിമിറ്റ് എത്രയാണ്? 30 days ആണ്. 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ആണ്. ശരിയല്ലേ? സോ 30 daysനുള്ളിൽ റേസ് ചെയ്തിട്ടുണ്ടല്ലേ നോക്കാം. യു റിമെമ്പർ ഐ സി ഡോർ അല്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ചിലപ്പോൾ ഇത് കാണുവാണെങ്കിൽ ദേ വിൽ തിങ്ക് വാട്ട് ഇസ് ദിസ് അല്ലേ? ഐ സി ഡോർ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇൻവോയ്സ് വിത്തിൻ 30 days ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട്സ് എ കമ്പാരിസൺ തിങ്? ഇൻവോയ്സ് ഡേറ്റ് ഓർ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് വിച്ച് റെസിപ്റ്റ്. ഇൻവോയ്സ് ഇസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ 30 days ആണെങ്കിലോ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓർ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് വിച്ച് ഓർ ഇസ് എർലിയർ. അപ്പോൾ ഇവിടെ കംപ്ലീഷൻ ഡേറ്റ് നമുക്ക് കിട്ടി. ഇനി ആ ഇൻവോയ്സ് എത്ര ദിവസമെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തൊരു ഹെഡിങ് കൊടുക്കാം. കഴിഞ്ഞു. ഈ ഒരു പാരഗ്രാഫിൻ്റെ അനലൈസിങ് കൂടിയുള്ളൂ. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്ന ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഇറ്റ് ഇസ് 31st December. അടുത്ത ഇൻഫർമേഷൻ എന്താ വായിക്കേണ്ടത്? The total time taken for completion of the project was more than 13 months. As per the contract signed with such agency, the last tranche of payment, okay, installment, 25% of the contract value was linked to the date of issuance of completion certificate by the government engineer. The completion certificate was issued by the government engineer on when? 15th January ആണ് completion certificate തന്നത്. Okay, completion certificate കിട്ടിയത് 15th January ലാണ്. Okay, next എന്താ പറയുക? However, invoice for such supply was issued when 5th February ലാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് വന്നിരിക്കുന്നത്. വെൻ 5th February ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് 5th February. പിന്നെന്താ ഇൻഫർമേഷൻ ഉള്ളത്? ദ പേയ്മെൻറ്റ് വാസ് റിസീവ്ഡ് വെൻ 20th February. ഡേറ്റ് ഓഫ് receipt of payment it is 20th February. ഇത്ര ഇൻഫോ നമ്മളപ്പോൾ ക്വസ്റ്റ്യൻ ഫുള്ള് ക്രാക്ക് ചെയ്തു. നമുക്കിനി ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് സിനേരിയോ ചൂസ് അപ്രോപ്രിയേറ്റ് ആൻസർ. വാട്ട് ഇസ് ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ഫൈനൽ റിട്ടേൺ എന്നാണെന്നുള്ളതാണ് ചോദ്യം. ഫൈനൽ റിട്ടേൺ സെക്ഷൻ 45 നമ്മളവിടെ കണ്ടായിരുന്നു. സെക്ഷൻ 45 എന്താ പറയുക, എന്നാണ് ഫൈനൽ റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? വിത്തിൻ 3 months. ഓക്കെ, നമുക്കതൊന്ന് എടുത്ത് നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ് സീ. PDF ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇറ്റ് കംസ് ഇൻ റിട്ടേൺസ് ചാപ്റ്റർ, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി മൊഡ്യൂൾ 2
module 2, section 45, final return, right? Section 45. So let's see that date. Yeah, you can see over here. The date, what is the date? What is the time limit for furnishing final return? Date of cancellation of the order or date of order of cancellation, whichever is later. Okay. Within എത്ര മാസം ഒന്നും കൂടി ഉണ്ടായിരുന്നു ഫൈനൽ റിട്ടേൺ എന്താ പറയുക ടൈം ലിമിറ്റ് വിത്തിൻ 3 months. Within 3 months, date of cancellation ഒരു cancellation date or date of order of cancellation, whichever is later. അന്ന് മുതൽ later, ഇതിനകത്ത് ഏതാ later, അന്ന് മുതൽ 3 മാസത്തിനകം സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സീ ഹിയർ, നമ്മൾക്ക് എക്സൽ എടുക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ഫസ്റ്റ് സിറ്റുവേഷൻ, യെസ്, ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ അല്ലേ, 2nd February. എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ വിച്ച് എവർ ഇസ് ലേറ്റർ. ലേറ്റർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? വിച്ച് എവർ ഇസ് ലേറ്റർ ഇതിനകത്ത് വരുന്നത്. വിച്ച് എവർ ഇസ് ലേറ്റർ ഇസ് 2nd February. സോ ഇതിനകത്ത് നിന്ന് പ്ലസ് 3 months. ഇസ് ദാറ്റ് ക്ലിയർ? 3 months plus 3 months. Okay, is that clear? So sorry for the spelling mistake. And plus 3 months will be at March, April, May. It will be 3rd May at okay, 3rd May. So let's see another answer and on check within 3 months from 2nd February. So this will be the answer. Within 3 months from 2nd February will be the answer. Okay, so you can see here within 3 months from 2nd February. So C ആയിരിക്കും answer. First one answer will be C. First one answer is C. Is that clear? Okay, fine. So first നിങ്ങൾ crack down ചെയ്യുക, എന്നിട്ട് analyze ചെയ്യുക. Okay, so 30 case study scenarios ഉണ്ട്. So you just keep on working, effort ഇടണം നന്നായിട്ട്. Okay, so let's move on to the next question, MCQ. Which of the following statement is correct in relation to re-availment? Availment there is time limit, 30th November or date of filing annual return, whichever is earlier. 16 subsection 4. 16 subsection 4. അല്ലേ, availment time limit. പക്ഷേ re-availment എന്തില്ല? There is no time limit. Okay, there is no time limit. Is that clear? So in this case, ഇവർ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ഏതാണെന്നുള്ളതാണ്. Re-availment of input tax credit has been reversed upon the payment of disputed amount. Which of the statement is correct എന്നുള്ളതാണ്. ടൈം ലിമിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ കമ്പനി കുഡ് ഹാവ് re-availed the ITC only up to 30th November. അതല്ല, re-availment ടൈം ലിമിറ്റ് ഇല്ല. ദ കമ്പനി കുഡ് ഹാവ് re-availed ITC only up to 30th November of the current financial year. അതുമല്ല, പ്രീവിയസ് എന്നൊക്കെ തന്നിട്ടുണ്ട്, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ്. ദ കമ്പനി കുഡ് ഹാവ് re-availed the ITC only up to the end of the previous. അതുമല്ല, the ITC re-availed without any time limit after making the payment of disputed amount along with tax payable thereon to the Rudraksh can be re-availed. This is the right answer. Second one answer എന്ന് പറയുന്നത് D ആയിരിക്കും. Second one answer. Okay, second one answer D ആയിരിക്കും. Is that clear? Okay, everyone okay? Fine. Okay, so maximum problems ചെയ്ത് നോക്കുക. That will improve and increase your confidence. Okay, so keep on asking the queries. വളരെ കുറച്ച് പേരെ ചോദിക്കുന്നുള്ളൂ ചോദ്യങ്ങളൊക്കെ. സോ ദി എമൗണ്ട്, ഇത് വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, എന്താ പറയുക, TDS ബേസ് ചെയ്തിട്ടുള്ളത്. സോ ദി എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് അണ്ടർ TDS, ദാറ്റ് ഇസ് സെക്ഷൻ ഏതിലേക്ക് വരും? സെക്ഷൻ 51 വരും അല്ലേ. നമ്മളവിടെ കണ്ടായിരുന്നു ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതെന്നുള്ളത്. The amount of TDS to be deducted under GST law by government of Gujarat is IGST ആണോ, CGST സിറ്റുവേഷൻ നില്ലാണോ, IGST 50,000 ആണോ എന്നുള്ളതാണ്. നമുക്കപ്പോൾ വാല്യൂ നോക്കാം. TDSനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഇവിടെ TDSനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്താ ഉള്ളത്? You can see here, this one. Okay, accommodation services, right? 25 lakhs ആയിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത് അല്ലേ. വാല്യൂ തെറ്റിയോ പറഞ്ഞത്? 25 lakhs ആയിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്. The value was 25 lakhs. Okay, 25 lakhs ആണ് വാല്യൂ ഉണ്ടായിരുന്നത്. സോ എത്രയാണ് TDS ഡിഡക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് അല്ലേ. 1% വെച്ചിട്ടാണെങ്കിൽ എത്രയാണ്? IGST 21%, 25,000 ആണോ, അതോ 0.5 ആണോ, ഓക്കെ, അതോ 2% ആണോ, അതോ നില്ലാണോ എന്നുള്ളതാണ്. ലെറ്റ്സ് സീ ഇതിന് പ്ലേസ് ഓഫ് സപ്ലൈ
ആൻഡ് പ്ലേസ് ഓഫ് റെസിപ്പിയൻറ്റും നോക്കേണ്ട ആവശ്യമുണ്ട്. പ്ലേസ് ഓഫ് റെസിപ്പിയൻറ്റും ഓക്കെ. പ്ലേസ് ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് റെസിപ്പിയൻറ്റ് സെപ്പറേറ്റ്ലി ആണെങ്കിൽ എന്താ പറയുക, ടി ഡി എസ് വരില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. പ്ലേസ് ഓഫ് സപ്ലയർ എവിടെയാണ്? പ്ലേസ് ഓഫ് സപ്ലയർ ലെറ്റ് സി, ഹോട്ടൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ അനലൈസ് ചെയ്തതിനകത്തുണ്ടാവും അല്ലേ? നമുക്ക് നോക്കാം. യെസ്, അക്കോമഡേഷൻ സർവീസസ് ഇൻ രാജസ്ഥാൻ അല്ലേ? പ്ലേസ് ഓഫ് റെസിപ്പിയൻ്റ് എവിടെയാണ്? സോ പ്ലേസ് ഓഫ് സപ്ലയർ എവിടെയാണ്? രാജസ്ഥാൻ. ബിക്കോസ് അക്കോമഡേഷൻ 12 സബ്സെക്ഷൻ 3 എവിടെയാണ് ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ രാജസ്ഥാൻ. സോ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയായിരിക്കും? രാജസ്ഥാൻ. ആൻഡ് പ്ലേസ് ഓഫ് റെസിപ്പിയൻ്റ് എവിടെയാണ്? ഗുജറാത്ത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടി ഡി എസ് എന്ത് ചെയ്യേണ്ട, ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്ത് മനസ്സിലാക്കിയത്. സോ നില്ലാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ വരുന്നത് 3C. ഓക്കെ, നിങ്ങൾക്ക് ആ തിയറി എന്ത് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ആണ് ഇത് ചോദിച്ചിരിക്കുന്നത് 3C. ഓക്കെ, സോ അത്ര സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. മന്ത്രാസ് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ദ മന്ത്രാസ് ഫോർ ലൈഫ്, റൈറ്റ്? ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എമൗണ്ട് ടു ബി കളക്റ്റഡ് അറ്റ് സോഴ്സ് ഓഫ് ദ കമ്പനി, TCS അല്ലേ? TCSൽ നമ്മൾ കണ്ടായിരുന്നു നെറ്റ് ടാക്സബിൾ സപ്ലൈസ് എടുക്കേണ്ടതെന്ന് കണ്ടായിരുന്നു. TCS സെക്ഷൻ 51 അല്ലേ? നെറ്റ് ടാക്സബിൾ സപ്ലൈസ് എടുക്കേണ്ടതെന്ന് കണ്ടായിരുന്നു. സോ ഇവിടെ വാല്യൂ എത്രയായിരുന്നു TCSൻ്റെ? മറ്റുള്ളവർ സപ്ലൈ ചെയ്തത് 75 lakhs ആയിരുന്നു ടോട്ടലി സപ്ലൈ ചെയ്തത് അല്ലേ? പിന്നെ എന്തായിരുന്നു ചെയ്തത്? 15 lakhsൻ്റെ റിട്ടേണും ഉണ്ടായിരുന്നു അല്ലേ? സോ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 15 lakhsൻ്റെ റിട്ടേൺ കുറച്ച് ബാക്കിക്ക് എന്ത് ചെയ്താൽ മതി, TCSൻ്റെ ഇമ്പാക്റ്റ് വരുള്ളൂ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? സോ ലെറ്റ് സി എത്രയാണ് TCS റേറ്റ് വന്നിരിക്കുന്നത് നോക്കിയിട്ട്. സോ ഹിയർ ഇറ്റ് ഈസ് വാട്ട് 30,000 ഉണ്ട്. സോ ദാറ്റ്സ് എ റിവൈസ് റേറ്റ് ആൻഡ് ആൻസർ വിൽ ബി വാട്ട്? D. ഓക്കെ, 4D ആണ് ആൻസർ. ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ട് TCSൻ്റെ റേറ്റ്. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ നോക്കണം. ഓക്കെ, മൂവിങ് ഫർദർ ടു ലാസ്റ്റ് ക്വയറി. ഫിഫ്ത്ത് ക്വയറി നമുക്കൊന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ഇൻ റിലേഷൻ ടു കൺസ്ട്രക്ഷൻ ഓഫ് ദ റോഡ് ബൈ ദ കമ്പനി? ഓക്കെ, ഫോർ ദ ലാസ്റ്റ് ട്രാൻച്ച് ഓഫ് പേയ്മെൻറ്റ് റിസീവ്ഡ്. ആക്ച്വലി ഇവിടെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, കീൻലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 13 months എന്നുള്ളൊരു ക്രൈറ്റീരിയ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 3 monthsന് മേലെ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് സപ്ലൈ ആയിട്ട് മാറി. സോ ഇത് കണ്ടിന്യൂസ് സപ്ലൈ എന്നുള്ള നോർമൽ സപ്ലൈ അല്ല, കണ്ടിന്യൂസ് സപ്ലൈയുടെ എന്താ പറയുക കാറ്റഗറിയിലേക്ക് വരും. സോ ടൈം ഓഫ് സപ്ലൈ നോർമൽ വിത്തിൻ 30 daysൻ്റെ അല്ല ചെക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് സപ്ലൈയുടെ ടൈം ഓഫ് സപ്ലൈയുടെ എന്താ പറയുക ഡേറ്റ് ഓഫ് ഇഷ്യൂൻസും കാര്യങ്ങളാണ് അവിടെ നമുക്ക് നോക്കേണ്ടത്. സോ നമ്മുടെ തിയറി പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, സോ ഹിയർ യു ക്യാൻ സീ ഐഡൻറ്റിഫയബിൾ, ഈ ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അസറ്റൈനബിൾ. നമുക്കിവിടെ അസറ്റൈനബിൾ ആണ്. എപ്പോഴാണ് അസറ്റൈനബിൾ? ലാസ്റ്റ് 25% എപ്പോഴാണ് കൊടുക്കുന്നത്? കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. സോ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് വാട്ട്? പേയ്മെൻറ്റ്. ഓക്കെ, സോ ഏതാണ് ആ പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്? കംപ്ലീഷൻ്റെ ഇതാണ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അസറ്റൈനബിൾ ആണെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് വെൻ ദ സപ്ലയർ ഓഫ് റിസീവ്സ് ദ പേയ്മെൻറ്റ്. ഇവിടെ റിസീവ്സും ഉണ്ട്, ഇവിടെ അസറ്റൈനബിൾ ഡേറ്റും ഉണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? If the payment is not linked, if the payment is linked to completion of an event ആണെങ്കിലോ the invoice shall be issued on or before date of completion of the event. ഇവിടെ ഏത് കേസിലാണ് ഇത് വരുന്നത്? ഇവിടെ എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് പേയ്മെൻറ്റിൻ്റെ കാര്യം? ഇവിടെ പേയ്മെൻറ്റ് കാര്യം ലിങ്ക് ചെയ്തിരിക്കുന്നത് the last time, that is 25% of the total contract value was linked to the date of issuance. linked ആണ്, ശരിയല്ലേ? So over here we can see if the payment is linked on to the completion of an event, എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ഓൺ ഓർ ബിഫോർ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദാറ്റ് ഇവൻറ്റ്. കംപ്ലീഷൻ എന്നാണ് നടക്കുന്നത്? കംപ്ലീഷൻ നടക്കുന്നത് 31st Decemberലാണ്. അത് നമ്മൾ എക്സലിൽ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൺ ഓർ ബിഫോർ കംപ്ലീഷൻ ഓഫ് ഇവൻറ്റിലും മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. നമുക്ക് ഇവിടെ ഇൻവോയ്സ് എക്സലിലെ എക്സ്ട്രാക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓവർ ഹിയർ വി ക്യാൻ സീ കംപ്ലീഷൻ ഓഫ് event, date of completion and so link to completion of event. So date of issuance of on or before 31st December ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നോർമൽ സപ്ലൈ അല്ല, ഇതൊരു കണ്ടിന്യൂസ് സപ്ലൈ ആണ്. 13 months ഒക്കെ സ്പെസിഫിക്കലി പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ വാട്ട് ഇസ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ്? ഇറ്റ് വിൽ ബി 5A, ദാറ്റ് ഇസ് 31st December. ഓക്കെ, ലെറ്റ് സി, ഇറ്റ് വിൽ ബി 5A 31st December. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. സോ അതുകൊണ്ട് മാക്സിമം കേസ് സിനാരിയോസ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഐ നോ ഇറ്റ് ഇസ് ടഫ്. ഈവൻ എന്താ പറയുക, ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടേറിയതാണെന്ന് അറിയാം. സോ എല്ലാവരും ക്യൂറീസ് ചോദിച്ചുകൊണ്ടിരിക്കുക, വാട്സാപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാം. Now let's go through question number 6. Okay, Surya is engaged in providing a bouquet of goods and services. It is registered in
It is registered in Jaipur, Rajasthan register ചെയ്തിരിക്കുന്നത്. So the place of supplier നമുക്ക് കിട്ടി, that is Rajasthan. It provides the following information for the month of January. Okay, let's see one by one. ഇപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് എടുക്കുക, ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രോബ്ലം. ഓക്കെ, ഓർഗനൈസ്ഡ് ബിസിനസ് എക്സിബിഷൻ ഓർഗനൈസ് പ്ലേസ് ഓഫ് സപ്ലൈയുടെ ചാപ്റ്ററിലേക്ക് പോവുക. വി സോ ABCDEFG എന്നുള്ള കോഡ് വേർഡ്സിൽ നമ്മൾ കണ്ടായിരുന്നു. ഗ്രാൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇവൻറ്റ്സ് എന്നുള്ളതൊക്കെ അല്ല, അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ ആയിരിക്കും? വേർ ദ ഇവൻറ്റ് ഇസ് ഹെൽഡ് അല്ലേ. സോ ഗുജറാത്തിലാണ് നടക്കുന്നത്. So place of supplier is in Rajasthan, place of supply is in Gujarat. So IGST ആ ചാർജ് ചെയ്യേണ്ടത്. ഞാൻ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാം. സോ there will start computation of എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. Let's see. From the following information you are required to compute the minimum net GST payable. GST payable ആ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. So we have to computation of GST payable for the month of January for the month of January by Surya. Okay, GST payable by Surya for the month of January. Okay, so adinayittu serial number ida, particulars amount, CGST, SGST and what IGST. Is that clear? So namukku aadyam forward charge inde liability kandupidikam. Forward charge or let's just start with 1. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നത് ഓർഗനൈസ്ഡ് എ ബിസിനസ് ഇവൻറ്റ് ഇൻ ഗുജറാത്താണുള്ളത്. ഓക്കെ, സോ എക്സാമിനേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതണം. ഞാനിപ്പോൾ ഇവിടെ ബ്രീഫായിട്ട് എഴുതാം. ഓക്കെ, ഓർഗനൈസ്ഡ് ബിസിനസ് ഇവൻറ്റ് ഇൻ ഗുജറാത്ത്. ഓക്കെ, സോ നോട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നോട്ട്സ് എല്ലാത്തിനും വേണം. നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള പോയിൻ്റാണ് നോട്ട്സ് എല്ലാത്തിനും വേണം എന്നുള്ളത്. സോ ഐ വിൽ ആഡ് ഓൺ എ നോട്ട്സ് കോളം ഓൾസോ. ഓക്കെ, നോട്ട് 1. ഓക്കെ, സോ വാട്ട്സ് ദ വാല്യൂ ഉള്ളത് 20 lakhs ആണ്. GST റേറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? GST റേറ്റ് പറഞ്ഞിരിക്കുന്നത് 18% ആണ്. 18% എല്ലാത്തിനും എക്സെപ്റ്റ് കാർ റെൻ്റൽ സർവീസസിനും GTAക്കും എത്രയാണ്? 5%. കാർ റെൻറ്റിനും GTAക്കും ഇറ്റ് ഇസ് 5%. ബാക്കി എല്ലാത്തിനും ഇറ്റ് ഇസ് 18%. ഓക്കെ, സോ ഇറ്റ് ഇസ് IGST ആണ് ഉള്ളത്. സോ ഇൻറ്റു 18/100. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് പ്രൊവൈഡിങ് അക്കോമഡേഷൻ സർവീസസ് ടു 10 CA സ്റ്റുഡൻസ്. 10 CA സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡിംഗ് ആണെങ്കിൽ എക്സംപ്റ്റഡാണ്. കാരണം കോമ്പോസിറ്റ് സപ്ലൈ ആണ്, പ്രിഡോമിനൻറ്റ് സപ്ലൈ എഡ്യൂക്കേഷൻ അത് എക്സംപ്റ്റഡാണ്. അതിൻ്റെ അക്കോമഡേഷൻ വന്നു കഴിഞ്ഞാൽ എക്സംപ്റ്റഡാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ CA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലെറ്റ് സി, ഒറിജിനലി ഫ്രം ഔട്ട്സൈഡ് രാജസ്ഥാനാണ് അവർ. ഓക്കെ, അവരുടെ സ്റ്റുഡൻസ് എല്ലാം ഔട്ട്സൈഡ് രാജസ്ഥാനാണ്. ഇൻ എ ഹോസ്റ്റൽ സൂര്യ ഹോംസ് ഓൺഡ് ബൈ ഇറ്റ്. സൂര്യ ഹോംസ് ലൊക്കേറ്റഡ് രാജസ്ഥാനിൽ തന്നെയാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ രാജസ്ഥാൻ, പ്ലേസ് ഓഫ് സപ്ലൈസ് ഓൾസോ രാജസ്ഥാൻ. ഓക്കെ, ഇവർ പുറത്താണെങ്കിലും വി നോ ദാറ്റ് ആസ് പെർ സെക്ഷൻ 12 നമ്മൾ നോക്കിയായിരുന്നു, 12C നോക്കിയായിരുന്നു. കൺസ്ട്രക്ഷൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആണെങ്കിൽ എവിടെയാണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതാ പ്ലേസ് ഓഫ് സപ്ലൈ. ഈവൻ ദോ അതിൻ്റെ ബില്ലിംഗ് അഡ്രസ്സ് എല്ലാം ചിലപ്പോൾ പുറത്തെ ആൾക്കാർക്കാണെങ്കിലും എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, 12 സെക്ഷൻ നോക്കാവുന്നതാണ് IGST ആക്ടിൻ്റെ. സോ ഇവിടെ 10 സ്റ്റുഡൻസിന് കൊടുത്തു അക്കോമഡേഷൻ. ഹോസ്റ്റൽ അക്കോമഡേഷൻ 22,000 ആണ് പെർ സ്റ്റുഡൻറ്റ് പെർ മന്ത് ചാർജ് ഉള്ളത്. സോ ജനുവരി മാസം 22,000 രൂപയ്ക്ക് 10 സ്റ്റുഡൻസിന് കൊടുത്തു. മിനിമം പീരീഡ് ഓഫ് സ്റ്റേസ് 4 months ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, കാരണം ഇതൊരു പുതിയൊരു എക്സംഷൻ വന്നിട്ടുണ്ട്. ആ എക്സംഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? സോ എക്സംഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ വിൽ സെർച്ച് ആസ് hostel. Okay, just a second. Hostel. Over here we can see here ഒരു പുതിയ എൻട്രി വന്നിട്ടുണ്ട് 12A എന്ന് പറഞ്ഞിട്ട്. സപ്ലൈ ഓഫ് അക്കോമഡേഷൻ സർവീസസ് ഹാവിംഗ് വാല്യൂ ഓഫ് സപ്ലൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20,000 rupees, അതായത് അപ് ടു 20,000 rupees പെർ പേഴ്സൺ പെർ മന്ത്. അങ്ങനെയാണ് എക്സംഷൻ ഉണ്ട്. ഇവിടെ 22,000 rupees ആണ്. പ്രൊവൈഡ് ദാറ്റ് അക്കോമഡേഷൻ സർവീസ് ഇസ് സപ്ലൈഡ് ഫോർ മിനിമം ഓഫ് കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 90 daysലേക്ക് എന്ത് ചെയ്യണം? അത് മിനിമം പീരീഡ് കണ്ടിന്യൂസ് പീരീഡ് എത്ര ഉണ്ടാവണം? 90 days ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൽ താഴെയാണെങ്കിൽ എക്സംഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ 2 കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം.
20,000 രൂപ പെർ പേഴ്സൺ പെർ മന്ത് ചാർജ് ആയിരിക്കണം. കൂടാണ്ട് മിനിമം കണ്ടിന്യൂസ്ലി അയാൾ എന്ത് ചെയ്യണം, 90 days എങ്കിലും അവിടെ സ്റ്റേ ചെയ്യണം. അങ്ങനെയാണല്ലോ എക്സംഷൻ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. സപ്ലൈ ഓഫ് അക്കോമഡേഷൻ സർവീസസ്. ഓക്കെ, സോ ലെറ്റ് സീ ഓവർ ഹിയർ. ഇവിടെ എന്താ കണ്ടീഷനുള്ളത്? 20,000 പെർ മന്ത് പെർ പേഴ്സൺ പ്ലസ് എന്താ 90 days എങ്കിലും മിനിമം എന്ത് ചെയ്യണം, സ്റ്റേ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ 90 days സ്റ്റേ ചെയ്തു, ബിക്കോസ് 4 months സ്റ്റേ ചെയ്തിരിക്കുന്നത്, ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 120 days. ഓക്കെ, പക്ഷേ ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല, 20,000 മേലെയുണ്ട്. സോ എക്സംഷൻ കിട്ടില്ല, അത് എന്താവും, ടാക്സബിൾ ആവും. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ രാജസ്ഥാൻ തന്നെയാണ്. CGST പ്ലസ് SGST ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യപ്പെടുന്നത്. സോ എക്സൽ നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് 2,20,000 ആണ് വാല്യൂ ഓഫ് സപ്ലൈ വരുന്നത്. ഓക്കെ, accommodation services. Okay, so you have to write 12/2017 notification number എഴുതണം, exemption chapter ആയതുകൊണ്ടിട്ട്. And the second point notes ആയിട്ട് വരുന്നത്, so 22,000 ജനുവരി മാസം മാത്രമാണ്, അപ്പോൾ ആ മാസത്തെ മാത്രം എടുത്താൽ മതി. സോ CGST 9%, കാർ സർവീസസിനും GTAക്ക് മാത്രമാണ് 5% ഉള്ളത്, ഇൻറ്റു 9/100. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതിൻ്റെ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് തിങ് അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പെർഫോംഡ് കർണാട്ടിക് മ്യൂസിക്കാണ്. നമ്മൾ ഓൾറെഡി കണ്ടു മ്യൂസിക്കിൽ അല്ലേ, എന്താ പറയുക, ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ 1,50,000, TDM അല്ലേ, തിയേറ്ററിക്കൽ ഡാൻസ്, എന്താ പറയുക, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ അത് റെസ്ട്രിക്റ്റഡ് ടു ഏതാണ്? ക്ലാസിക്കൽ ആൻഡ് ഫോക്കാണ്, ക്ലാസിക്കലും ഫോക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെർഫോംഡ് കർണാട്ടിക് മ്യൂസിക് ആണ്. ഓക്കെ, ക്ലാസിക്കലാണ്, പക്ഷേ പ്രൊമോട്ട് ബ്രാൻഡാണ്. അപ്പോൾ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? 1,50,000 എക്സംഷൻ എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഓക്കെ, നമ്മൾ എക്സംഷൻ ചാപ്റ്ററിൽ ഇത് കണ്ടായിരുന്നു. സോ യു ക്യാൻ സീ ഓവർ ഹിയർ, ജസ്റ്റ് സെക്കൻഡ്. യെസ്, in exemption chapters we saw that one, brand ambassador. ഓക്കെ, ബ്രാൻഡ് അംബാസഡറിൻ്റെ ഇത് നമ്മൾ കണ്ടായിരുന്നു, 1,50,000. ഓക്കെ, അത് നിങ്ങൾ നമ്മളുടെ മെറ്റീരിയൽ GST മന്ത്ര നോക്കിയാൽ മതി. ഫ്രം ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് മൂവിങ് ഫർദർ, സോ ഇവിടെ അപ്പോൾ 1 lakh എത്രയാണ് ലിമിറ്റ് ഉള്ളത്? എത്ര ചാർജ് വന്നിരിക്കുന്നത്? ചാർജസ് 1,45,000. ഓക്കെ, അത് പ്ലേസ് ഓഫ് സപ്ലൈ അപ്പോൾ ഏതാ വരുന്നത്? രാജസ്ഥാനിൽ തന്നെയാണ്. സോ CGST പ്ലസ് SGST. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈസ് രാജസ്ഥാൻ. സോ CGST പ്ലസ് SGST. സോ 1,45,000 വരുന്നത്. കർണാട്ടിക് മ്യൂസിക് ആസ് ബ്രാൻഡ് അംബാസഡർ. ഓക്കെ, അത് സോ നോട്ടിഫിക്കേഷൻ അംബാസഡർ. സോ നോട്ട് എക്സംഷൻ നമ്പർ 12/2017 എഴുതണം. നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 ഫോർ നോട്ടിഫിക്കേഷൻ. So it's 1,45,000 and it's the same rate applicable over here. And next one is what? Next one is intrastate services provided ആസ് എ ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്തു? സൂര്യ എന്തോ സർവീസ് പ്രൊവൈഡ് ചെയ്തു. ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിട്ട് എന്തോ സർവീസസ് സൂര്യ എന്ത് ചെയ്തു? പ്രൊവൈഡ് ചെയ്തു. ബിസിനസ് കറസ്പോണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്തു. ആർക്കാണ് പ്രൊവൈഡ് ചെയ്തത്? മണി ബാങ്ക് രജിസ്റ്റേർഡ് ഇൻ രാജസ്ഥാനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ രാജസ്ഥാനായി. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ഇൻ ജയ്പൂരാണ്, ജയ്പൂർ സിറ്റി. സോ ദാറ്റ് വൺ ഇസ് ഓൾസോ വാട്ട്? രാജസ്ഥാൻ. സോ അത് ടാക്സബിൾ ആണ്. ജയ്പൂർ ആകുമ്പോഴേക്കും റൂറൽ ഇതിനാണ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സംഷൻ ഉള്ളത്. നമ്മൾ കണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് ബാങ്ക്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ആ പോയിന്റിൽ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സേവിങ്സ് ബാങ്ക് എന്നുള്ളത് പറഞ്ഞിട്ട് റൂറൽ ബാങ്ക് അക്കൗണ്ട്സിൽ കൊടുത്തു കഴിഞ്ഞാലാണ് എക്സംഷൻ ഉള്ളത്, ഇല്ലെങ്കിൽ എക്സംഷൻ ഇല്ല. സോ ഇവിടെ ജയ്പൂർ എന്ന് പറയുമ്പോൾ റൂറൽ അല്ല, അർബൻ ആണ്. സോ എക്സംഷൻ ഇല്ല, ഇറ്റ് ഇസ് ടാക്സബിൾ. ആ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. സോ 1,20,000 പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾക്ക് കിട്ടി. CGST പ്ലസ് SGST ആണ്. സോ നമുക്ക് അടുത്തൊരു പോയിന്റ് അവിടെ എഴുതാം. ഓക്കെ, സോ ബിസിനസ് കറസ്പോണ്ടൻറ്റ് സർവീസ്. ജയ്പൂർ. ഓക്കെ, നോട്ട് നമ്പർ നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് ആസ് പെർ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017
എഴുതണം. ഇറ്റ് ഈസ് 1,20,000. സോ ടാക്സ് സെയിം ആയിട്ട് തന്നെ വരും, 9%. ഓക്കെ, നെക്സ്റ്റ് വൺ ലെറ്റ് സി. നെക്സ്റ്റ് പോയിന്റ്, റെൻറ്റഡ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ജയ്പൂരിലാണ് ചെയ്തിരിക്കുന്നത്. സോ CGST പ്ലേസ് ഓഫ് സപ്ലൈ അവിടെ തന്നെയാണ്, പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടു ഗംഗ എ സപ്ലയർ ഓഫ് ബോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്. സൂര്യ ഡയറക്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡയറക്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗംഗ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആ കമ്പനിയുടെ ഡയറക്ടറാണ് എന്താ പറയുക സൂര്യ എന്ന് പറയുന്നത്. ആ കമ്പനി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് സൂര്യയുടെയാണ്. സൂര്യയാണ് ആ കമ്പനിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RCM വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. RCM നമ്മൾ കണ്ടായിരുന്നു, ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ്. ഡിയിൽ ഡയറക്ടർ ഉണ്ടായിരുന്നു, ശരിയല്ലേ? സോ ഡയറക്ടറിൻ്റെ കേസിൽ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ ബോഡി കോർപ്പറേറ്റ് അല്ലേ RCM അടക്കേണ്ടത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഇത് തന്നിരിക്കുന്നത്. ഈ കേസിൽ ഫോർവേഡ് ചാർജാണ് വരുന്നത്. കാര്യം ഡയറക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺ കപ്പാസിറ്റിയിലാണ്, അയാളുടെ സ്വന്തം ബിൽഡിംഗ് ആണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഫോർവേഡ് ചാർജ് വരുള്ളൂ ഇവിടെ, റിവേഴ്സ് ചാർജ് വരില്ല. സിറ്റിംഗ് ഫീസ് അങ്ങനെയുള്ള ഡയറക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസിനാണ് RCM വരുന്നത്. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് ഫോർവേഡ് ചാർജ്. സോ 3 lakhs ആണ് ഉള്ളത്. സോ ഇറ്റ് വിൽ ബി CGST plus SGST ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. Okay, and the sixth one is സ്പോൺസർ ബിസിനസ്. ഇതും സ്പോൺസർ വരുമ്പോഴേക്കും ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ്, സെക്യൂരിറ്റി സർവീസ്, സ്പോൺസർഷിപ്പ് സർവീസ്. അപ്പോഴും നമ്മളുടെ ഇങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യേണ്ടത്, റിഫ്ലക്സ് ആക്ഷൻ വരേണ്ടത്. കേസ് ലോസ് 30 എണ്ണം ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നില്ല. ബാബ ഡൗട്ട് കണ്ടിന്യൂസ്ലി ചോദിക്കുന്നുണ്ട്, ആദിത്യ എന്നൊക്കെ അങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുള്ളൂ, ബാക്കി ആരും തന്നെ ചോദിക്കുന്നില്ല. എവ്രി വൺ പ്ലീസ് സ്റ്റാർട്ട് ആസ്കിങ് ഡൗട്ട്സ്. 30 കേസ് ലോസ് ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓരോന്നോ 2 എണ്ണം വെച്ചെങ്കിലും ഡെയിലി എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ്. സ്പോൺസർഡ് എ ബിസിനസ് സമിറ്റ് ഓർഗനൈസ്ഡ് ഇൻ ബിക്കനർ, രാജസ്ഥാൻ ബൈ അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് പെയ്ഡ് എ സ്പോൺസർഷിപ്പ് ഫീ. സൂര്യ എന്ത് ചെയ്തു, പേ ചെയ്തു ഇവർക്ക്. അപ്പോൾ ഇവരാണ് കാശ് കിട്ടിയത്. സോ supplier is Association of Chamber of Commerce and the recipient. So സൂര്യക്ക് ഇൻപുട്ട് ഉണ്ട്, സൂര്യ. സോ ഇത് ഫോർവേഡ് ചാർജ് അല്ല, റിവേഴ്സ് ചാർജ്, ഇത് ഫോർവേഡ് ചാർജ് അല്ല, ഔട്ട്വേർഡ് സപ്ലൈ അല്ല, ഇൻവേർട്ട് സപ്ലൈസിലേക്കാണ് വരേണ്ടത്. ഇൻവേർട്ട് സപ്ലൈ ഇൻപുട്ടായിട്ടാണ് വരേണ്ടത്. ഓക്കെ, സോ ITC ആയിട്ടാണ് ഇത് വരേണ്ടത്. ഓക്കെ, ഫോർവേഡ് എപ്പോഴാണ് ഇതാവുന്നത്, RCM വരുന്നത് വെൻ ദ റെസിപ്പിയന്റ് ഇസ് എ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലാണ് RCM വരുന്നത്. എപ്പോഴാണ് വരുന്നത് RCM? ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലാണ് RCM വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Just a second. Yes, you can see here. എപ്പോഴാണ് RCM വരുന്നത്? ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലാണ് RCM വരുന്നത്. സ്പോൺസർഷിപ്പ് സർവീസസ് ബോഡി കോർപ്പറേറ്റ്. റെസിപ്പിയൻ്റ് ഇവിടെ ഇൻഡിവിജ്വൽ സൂര്യയാണ്. സോ RCM അല്ല വരുന്നത്, ഫോർവേഡ് ചാർജ് ആണ് വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ മൂവിങ് ഫർദർ, സോ ഇത് ITC ഇതിലേക്ക് ഇടാം. റിസീവ്ഡ് സർവീസസ് റിസീവ് ചെയ്തു അല്ലേ, ഇത് ITC ആണ്. അപ്പോൾ ഓക്കെ, പ്രൊവൈഡഡ് അല്ല. അപ്പോൾ ഇവിടെ വരെയാണ് 5th പോയിന്റ് വരെയാണ് ഔട്ട്പുട്ട് ടാക്സ് ഉള്ളത്. ഇസ് ദാറ്റ് ക്ലിയർ? അങ്ങനെ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റനിൽ സെഗ്രിഗേറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് ടാക്സ് ഔട്ട്വേർഡ് സപ്ലൈസ് ഉണ്ടാവും, ഇൻവേർട്ട് സപ്ലൈസും ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയും ഇവിടെ നിന്ന് നമുക്ക് ഇൻവേർട്ട് സപ്ലൈസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, 6, 7, 8 ടേക്സ് കാർ ഓൺ റെൻറ്റ്, ഇതും എന്താ ഇൻവേർട്ട് സപ്ലൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഇൻവേർട്ട് സപ്ലൈസ്, ITC ആൻഡ് ITC. ഓക്കെ, സോ നമ്മളുടെ എനിക്കൊണ്ട് ഫോർവേഡ് ചാർജിലെ ടാക്സ് ലയബിലിറ്റി നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഇവിടെ ദിസ് ഈസ് ITC, ഡയറക്റ്റ് ITC. റിസീവ്ഡ് സർവീസസ് ഫ്രം ബൈ റോഡ് ഫ്രം സിന്ധു ട്രാൻസ്പോർട്ടർ അൺരജിസ്റ്റേർഡ് GTA ആണ്. GTA നമ്മളുണ്ട്, ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ്. ജിയിൽ ഗവൺമെൻറ് സർവീസസ് GTA സർവീസ് എന്ന് കഴിഞ്ഞാൽ എന്താണ് RCM വരെ ലയബിലിറ്റി അല്ലേ. സോ RCM നമുക്ക് ഇൻപുട്ട് യൂസ് ചെയ്ത് പേ ചെയ്യാൻ പറ്റുമോ? RCM ലയബിലിറ്റി നമുക്ക് ഇൻപുട്ട് യൂസ് ചെയ്യാൻ പേ ചെയ്യാൻ പറ്റില്ല. RCM liability should be paid in cash itself, because ITC can be used to pay off only output tax, and 2 subsection
82 of the CGST Act excludes what? RCM payable from the output tax definition. Okay, so reverse charge, whether reverse charge can be paid using input tax credit? No, because output tax can be paid using what? Input tax credit, and input tax credit can be used to pay off output tax, and output tax excludes what? Tax payable under reverse charge. So reverse charge should be paid in cash itself എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. ഓക്കെ, സോ RCM ലയബിലിറ്റി ഉണ്ട്, പക്ഷേ ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ഓൺലി യൂസിങ് വാട്ട്? ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ട? ഔട്ട്പുട്ട് ടാക്സ് യൂസ് ചെയ്യാൻ ഇൻപുട്ട് ടാക്സ് മാത്രം എടുക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ടാക്സ് ലയബിലിറ്റീസ്, ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നോക്കാം എത്രയാണെന്നുള്ളത്. ടോട്ടൽ ഇത്രയാണ് വന്നത്. ഓക്കെ, സോ ഇത്രയാണ് വാല്യൂ ഉള്ളത്. നെക്സ്റ്റ് ലെറ്റ് സി ലെസ് ഇൻവേർട്ട് സപ്ലൈസ് ITC. ഓക്കെ, സോ നമുക്ക് ITC എടുക്കാം. ഏതൊക്കെയുള്ള ഇൻവേർട്ട് സപ്ലൈസ്? ഫസ്റ്റ് വൺ ഇസ് സ്പോൺസർഷിപ്പ്, സ്പോൺസർഷിപ്പ് സർവീസ്, GTA, RCM വരും. RCM അടക്കുന്നത് നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കാം. ഓക്കെ, because input tax and definition includes what? Tax paid or payable under RCM. Okay, input tax and definition includes what? Tax payable under RCM. You can see here CBIC, tax information portal. ഇതെല്ലാം എടുക്കുന്നത് നമ്മൾ നോക്കിയതാണ്. GST Act, input tax ന്റെ definition നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ definitions, and here you will be able to see 2 subsection 62 input tax. Input tax includes what? 93 and 94. 9394 and then 93 നമ്മൾ good looking individual is add. അപ്പോൾ ഇൻപുട്ട് ടാക്സ് RCM ആയിട്ട് അടക്കുന്നത് നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് കാണിച്ചത്. സോ പിന്നെ ഏതാണ്? GTA സർവീസ്, പിന്നെ റെൻറ്റിംഗ് ഓഫ് കാർ. ഇത്ര ഇൻവേർട്ട് സപ്ലൈസ് ഉള്ളത് അല്ലേ? വാല്യൂസ് എത്രയൊക്കെയായിരുന്നു? ഇറ്റ് വാസ് 5 lakhs, 2 lakhs, കാറിൻ്റെയും GTയുടെയും 5% ആണ് അല്ലേ, ആൻഡ് 1,50,000. ഇത്രയല്ലേ വാല്യൂസ് ഉണ്ടായിരുന്നത്? ഇറ്റ് ഇസ് 2 lakhs, 5 lakhs, 2 lakhs and 1,50,000 അല്ലേ? So 5 lakhs, 2 lakhs, 1,50,000. Okay, so moving further, ഇതിന് എന്താ പറയുക? സ്പോൺസർഷിപ്പ് സർവീസ് ഇൻട്രാ സ്റ്റേറ്റ് ആണ്, രാജസ്ഥാൻ തന്നെയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ GTA സർവീസും എന്താ? ജോധ്പൂർ, രാജസ്ഥാൻ തന്നെയാണ്. You can see here Rajasthan, this one is also Rajasthan. എല്ലാം CGST, SGST ഇൻപുട്ട് ആണ് അപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ദിസ് വൺ ഇസ് 5%. So it will be 2.5% and 2.5%. Is that clear? And this one is also the same. കാരണം ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഫോർ റെൻ്റൽ ആൻഡ് കാർ ഇത്രയാണെന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ലെറ്റ്സ് ഗിവ് ദ നെയിം ആസ് വാട്ട്? എ ആയിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് ദിസ് വൺ ആസ് ടോട്ടൽ B ആയിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ടാക്സ് മാത്രം എടുക്കാം. ഓക്കെ, സോ IGST എന്തില്ല? IGST ക്രെഡിറ്റ്സ് ഒന്നും അവിടെ വന്നിട്ടില്ല. സോ നമുക്കിത് B ആയിട്ട് എടുക്കാം. ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് B, IGST ഒന്നുമില്ല, IGST 0. ഓക്കെ, സോ നമുക്കൊരു ടോട്ടൽ കിട്ടി. സോ നെറ്റ് ടാക്സ് പേയബിൾ വിൽ ബി നെറ്റ് ടാക്സ് പേയബിൾ before RCM shall be
output tax minus input tax. Is that clear? Okay. Add RCM payable, reverse charge payable under section 9 subsection 3 on GTA service. Okay, on GTA services. Is that clear? Idella nammal nokkiyadana. Can give us not, let's say 6 already under values on GTA services. Okay, so this is the total tax payable, 21,900 and 21,900, and here it shall be 3,60,000. Okay, total tax payable. RCM payable, this one is actually to be paid in cash. Paid in cash. Okay, that's why we didn't include over here. Okay, because that's why we didn't include over here, because it should be paid in cash. Input tax cannot be used to pay off what? GST payable under RCM. Okay, so this shall be the answer, and you can give working notes. Not one. What is not one? Organization of business event. Okay, organization of business event like that, and you can give the description. Okay, is that clear? So why have taken the place of supply as Gujarat? Okay, as per section 12 subsection say as per section 12 of the IGST Act 2017. Okay, so if you move further, you can see over here, yeah, grand organization as per 12 subsection 7, grand organization of so and so. Okay, clear? Place of supply shall be the place where event is held. Here it's held in Gujarat, so it shall be IGST. Okay, അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഇൻഫർമേഷൻസ് വെച്ച് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇസ് ദാറ്റ് ക്ലിയർ? അങ്ങനെ നോട്ട്സ് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സിന് എന്ത് ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആവും. നൗ ലെറ്റ്സ് ലുക്ക് ദി ആൻസർ. സോ ഓരോന്നിനും എന്ത് ചെയ്യണം, നോട്ട്സ് കൊടുക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് ആസ് പെർ സെക്ഷൻ, ഓക്കെ, 12 subsection 7, okay, of the IGST Act 2017 എഴുതണം. Why you took Gujarat as the place of supply? Otherwise, how the examiner will understand that you know the provision? Okay, so note 2 with accommodation service. For that one, accommodation service as per notification number, okay, 12 bar. നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണ് 12 bar 2017. Is that clear? എന്ത് ചെയ്യണം, രണ്ട് പോയിന്റ്സ് എഴുതണം. ഇറ്റ് ഷുഡ് ബി 20,000 per month per person and minimum 90 ഡേയ്സിൻ്റെ സ്റ്റേ ഉണ്ടാവണം. ഇൻ ദിസ് കേസ് ഇറ്റ് എക്സീഡഡ് 20,000 per month per person, hence it is taxable, chargeable to tax. Okay, is that clear? അങ്ങനെ നോട്ട്സ് എഴുതണം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോട്ട്സ് എന്ന് വെച്ചാൽ എക്സാമിനർക്ക് വേണ്ടിയിട്ടുള്ള എന്താ ലവ് ലെറ്റേഴ്സ് ആണെന്ന് നമ്മൾ എന്ത് കണ്ടു, നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. സോ ലവ് ലെറ്റേഴ്സ് ഡെഫിനറ്റ്ലി അറിയണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നും നിങ്ങൾക്ക് പ്രൊവിഷൻസ് അറിയാമെന്ന് എക്സാമിനർക്ക് മനസ്സിലാവുള്ളൂ. ഇൻകം ടാക്സിലും GST യിലും ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് വാട്ട് the love letters. Is that clear? So now let's move on to the next question. Before that, we'll see the answer. Okay, so over here answers we can see here 21,900, 21,900 and 3,60,000. Answer is 21,900, 21,000, 3,60,000. Now let's move on to the next question. Alright, question number 7 നമുക്ക് നോക്കാം. GST 1A ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയത് GST 1A. 1A നമ്മൾ ഓൾറെഡി നോക്കിയതാ എന്താണെന്നുള്ളത്. A for what? Amendment എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. 1A ആക്ച്വലി GST തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് GSTR 1A എന്നുള്ളൊരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ RTPയിലുള്ള ഒരു ചോദ്യം ചോദിക്കാനായിട്ട് വളരെ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം.
മെഹുൽ എൻ്റർപ്രൈസസ് രജിസ്റ്റർഡ് അണ്ടർ GST ആണ്, ഉത്തർപ്രദേശിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എൻ്റെ മന്ത്ലി റിട്ടേൺ ഫയലറാണ്, QRMP അല്ല, മന്ത്ലി ആണ് ചെയ്തു പോകുന്നത്. ഓക്കെ, ആൻഡ് ഇസ് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് വാട്ട് ടാക്സബിൾ സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇറ്റ് ഫർണിഷ്ഡ് ദ ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഔട്ട്വേർഡ് സപ്ലൈസ് എല്ലാം ഫർണിഷ് ചെയ്തു. ഓക്കെ, റിട്ടേണിൽ ഇതിൽ ഫയൽ ചെയ്തു. GSTR 1 ആണല്ലോ ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ, അതിൽ ഫയൽ ചെയ്തു ഫോർ ദ മന്ത് ഓഫ് ജാനുവരി ഓൺ ഫെബ്രുവരി അല്ലേ. അപ്പോൾ ജാനുവരിയിൽ എന്നാ ഫയൽ ചെയ്യേണ്ടത്? ഫെബ്രുവരി 11th അല്ലേ, ഓൺ ഓർ ബിഫോർ. ഫെബ്രുവരിയിൽ എന്നാ ഫയൽ ചെയ്യേണ്ടത്? GSTR 1 മാർച്ച് 11th, ഓൺ ഓർ ബിഫോർ മാർച്ച് 11th, അങ്ങനെയാണല്ലോ പോകേണ്ടത്. അപ്പോൾ മെഹുൽ എൻ്റർപ്രൈസസ് കറക്റ്റ് ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫയൽ ചെയ്തിരിക്കുന്നത്. ജനുവരിയിലെ റിട്ടേൺ 11th ഫെബ്രുവരി തന്നെ ഫയൽ ചെയ്തു, വേറെ ലാപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് റെസിപ്പിയൻറ്റിൻ്റെ 2Bയിൽ പോയി റിഫ്ലക്റ്റ് ചെയ്യും, B2Bയിൽ. However, on 14th February അല്ലേ, വാലന്റൈൻസ് ഡേൻ്റെ ദിവസം അല്ലേ, സോ 14th February എന്ത് സംഭവിച്ചു? 2B ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ആ സമയത്താണല്ലോ. 14th ഫെബ്രുവരിയിലാണ് അക്കൗണ്ടൻറ്റ് ഓഫ് മെഹുൽ എൻ്റർപ്രൈസസ് നോട്ടീസ് ചെയ്തു. എന്താ നോട്ടീസ് ചെയ്തത്? ഇൻവോയ്സ് ഇഷ്യൂ ടു വൈശാലി രജിസ്റ്റേർഡ് ഇൻ ഗുജറാത്ത്. ഓക്കെ, സോ അത് B2B സപ്ലൈസ് ആണ്, രജിസ്റ്റർ ആണ്. സോ മെഹുലും രജിസ്റ്റർ ആണ്, വൈശാലിയും രജിസ്റ്റർ ആണ്. സോ B2B സപ്ലൈസ്. എന്താ സംഭവിച്ചത്? അതിന് സപ്ലൈ ഓഫ് ഗുഡ്സ് വാല്യൂ 1 lakh ഉണ്ടായിരുന്നു. ടാക്സബിൾ എത്രയാണ്? 18%. GST 18,000 ആണ് വരുന്നത്. പെർട്ടൈനിങ് ടു ജാനുവരി, അതായത് ആ ഇൻവോയ്സ് ജനുവരിയിലെ ഇൻവോയ്സ് ആണ്, ഹാസ് ബീൻ ഇൻഅഡ്വർട്ടൻ്റ്ലി മിസ് ടു ബി ഡിക്ലെയർഡ് വെയർ ഇൻ GSTR 1. അപ്പോൾ ജനുവരിയിലെ GSTR 1 എന്ത് സംഭവിച്ചു? വൈശാലിക്കുള്ള ഇൻവോയ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. ഓക്കെ, ഫർണിഷ്ഡ് ഇൻ ദ മന്ത് ഓഫ് ജനുവരി. He has approached you for the advice before furnishing GSTR 3B. ഓക്കെ, 3B എന്ന ഫയൽ ചെയ്യേണ്ടത് ജാനുവരിയിലെ 1 ഫയൽ ചെയ്യേണ്ടത് 11th ഓൺ ഓർ ബിഫോർ 11th ഓഫ് ഫെബ്രുവരി ആണ്. 3B എന്ന ഫയൽ ചെയ്യേണ്ടത് ജാനുവരിയിലെ 20th ഓൺ ഓർ ബിഫോർ 20th ഫെബ്രുവരി ആണ്. ഓക്കെ, സോ ഇതിൽ ഒരു ഇൻവോയ്സ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കുവാണ്. അഡ്വൈസ് ചോദിക്കുവാണ്? മെഹുൽ എൻ്റർപ്രൈസസിൻ്റെ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യാണ്? അഡ്വൈസ് ചോദിക്കുവാണ്. He has approached you before furnishing 3B. 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 20th ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അപ്രോച്ച് ചെയ്തു. ഓക്കെ, you are required to briefly discuss whether Mehul Enterprise can amend എന്തെങ്കിലും ചെയ്യാൻ പറ്റും. GSTR 1 amend ചെയ്യാം നമുക്കറിയാം അല്ലേ, സബ്സിക്വൻറ്റ് മന്ത്സിൽ amend ചെയ്യാം എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ മിസ്സായി പോയത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഇൻ GSTR 1 ഓഫ് ജാനുവരിയിൽ amend ചെയ്യാൻ പറ്റുമോ ആ മാസം തന്നെ? ഇഫ് സച്ച് അമെൻമെൻറ്റ് ഇസ് പെർമിറ്റഡ്, അങ്ങനെ പെർമിറ്റഡ് ആണെങ്കിൽ 1 amend ചെയ്യാൻ നമുക്കറിയാം. സബ്സിക്വൻറ്റ് മന്തിൽ GSTR 1 എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. ആ മാസത്തെ റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അക്കൗണ്ടിൽ ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് GSTR 1 ആർ അമെൻഡഡ്. അങ്ങനെ അമെൻഡ് ചെയ്താൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ whether the details of the said invoice, മിസ്സായിപ്പോയ ഇൻവോയ്സ്, will be available in 2B of വൈശാലി ഫോർ ദ മന്ത് ഓഫ് ജനുവരി. 2Bയിൽ റിഫ്ലക്റ്റ് ആവുമോ ആ മാസം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെയാണ് GSTR 1A റെലവൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഓക്കെ, സോ നമുക്ക് ഞാൻ എക്സൽ എടുത്തിട്ട് അതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. സോ ഓവർ ഹിയർ മെഹുൽ മിസ്സായിപ്പോയത് മിസ്ഡ് 1 invoice, okay, pertaining to January month. Okay അല്ലേ? സോ സേ ഫോർ എക്സാമ്പിൾ 1 lakh ഇൻവോയ്സ് മിസ്സായത്. GSTR നമുക്ക് ഏതൊക്കെ ഫോംസ് അറിയാം? GSTR 1 അറിയാം, GSTR 3B അറിയാം, GSTR 2B അറിയാം. ഓക്കെ, 2B അറിയാം. GSTR 1 എന്നാ ഫയൽ ചെയ്യേണ്ടത്? ഓൺ ഓർ ബിഫോർ 11th ഓഫ് നെക്സ്റ്റ് മന്ത്. ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് ഫെബ്രുവരി. ഓക്കെ, 3B എന്നാ ഫയൽ ചെയ്യേണ്ടത്? ഓൺ ഓർ ബിഫോർ 20th ഓഫ് നെക്സ്റ്റ് മന്ത്. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് 20th ഫെബ്രുവരി. ഓക്കെ, സോ ഇവിടെ ഫയൽ ചെയ്യുന്നത് 1 ഫയൽ ചെയ്യുന്നത്. സോ 2B എന്ന് ജനറേറ്റ് ആവും റെസിപ്പിയൻറ്റിൻ്റെ ഓൺ 14th ഓഫ് നെക്സ്റ്റ് മന്ത്. ഓൺ 14th ഓഫ് നെക്സ്റ്റ് മന്ത്. ഇൻ ദിസ് കേസ് ദാറ്റ് ഇസ് ഫെബ്രുവരി. ഓക്കെ, ജനറേറ്റ് ആവും. സോ ഇവിടെ മെഹുൽ എല്ലാം 1 കാണിച്ചു. 1 കാണിക്കുമ്പോഴേക്കും റെസിപ്പിയൻറ്റിൻ്റെ എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? 2Bയിൽ, GSTR 2Bയിൽ അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും, B2B ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 1 lakh റിഫ്ലക്റ്റ് ആയില്ല. ഓക്കെ, ചിലപ്പോൾ എന്താ പറയുക, റെസിപ്പിയൻ്റ് അക്കൗണ്ട് വിളിച്ച് പറഞ്ഞപ്പോഴായിരിക്കും മെഹുലിന് മനസ്സിലായാലും ചെക്ക് ചെയ്തപ്പോഴായിരിക്കാം. സോ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3B ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഈ ഗ്യാപ്പിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തത്. ഓക്കെ, അപ്രോച്ച് ചെയ്യൂ. ഓക്കെ, ഈ ഗ്യാപ്പിൽ അപ്രോച്ച് ചെയ്തിട്ട് ചോദിച്ചു 3B ഫയൽ ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എന്താ പറയുക,
എന്താ പറയുക, ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയത് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, അമെൻഡ് ചെയ്യാനായിട്ട്. സോ ദി ആൻസർ ഇസ്, എന്തിനാണ് GSTR 1A യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, 1ൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, GSTR 1ൽ മിസ്സായി, ഓക്കെ, മിസ്സായി, ഏതെങ്കിലും ഇൻവോയ്സ് അപ്ഡേറ്റ് ചെയ്യാൻ മിസ്സായി, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ സംഭവിച്ചു, അങ്ങനെ മിസ്സായി. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 10 lakhs ആണ് സെയിൽസ് കാണിച്ചിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഡിസ്ക്ലോസ്ഡ് സെയിൽസ്, ഇവിടെ മിസ്ഡ് ഔട്ട് സെയിൽസ്, ഓക്കെ, സേ 1 lakh. സോ ടോട്ടൽ സെയിൽസ് എത്രയാണ് വരേണ്ടത്? അപ്പോൾ ആക്ച്വലി ടോട്ടൽ സെയിൽസ് വരേണ്ടത് 11 lakhs ആണ്, ശരിയല്ലേ? സെയിൽസ് വരേണ്ടത് 11 lakhs ആണ്. പക്ഷേ ഇവിടെ GSTR 1ൽ എത്രയേ കാണിച്ചുള്ളൂ? GSTR 1ൽ ആകെ ഡിസ്ക്ലോസ് സെയിൽസ് 10 lakhs ഉള്ളൂ. അപ്പോൾ മെഹഫിൽ അപ്രോച്ച് ചെയ്തിരിക്കുവാണ്, ഇത്ര ഞാൻ മിസ്സായിപ്പോയി, ഇനി എന്തെങ്കിലും വഴിയുണ്ടോ ഇത് കാണിക്കാനായിട്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാം, GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുൻപ്, ഓക്കെ, ഈ ഗ്യാപ്പിലാണല്ലോ നിങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സോ GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യാം? GSTR 1Aയിലൂടെ A ഫോർ അമെൻമെൻറ്റ് എന്ത് ചെയ്യാം? ഈ മിസ്സായിപ്പോയ 1 lakh സെയിൽസ് ഉണ്ടല്ലോ, 1 lakh സെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 1ൽ ചെയ്യാൻ പറ്റില്ല, 1Aയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? 1Aയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? സെക്കൻഡ് തിങ്, ചെയ്ത് കഴിഞ്ഞാൽ ആ മാസത്തെ 2Bയിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ റെസിപ്പിയൻ്റെ? ദിസ് തിങ് ഇസ് ലൈക്ക്, അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? GSTR 1 അപ്ഡേറ്റഡ് ആവും. ഓക്കെ, 1Aയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സെയിൽസ് എന്താവും? 1ൽ 10 lakhs ആവും. ഓക്കെ, 1ൽ എത്രയാവും? 10 lakhs ആവും. 1Aയിൽ എത്രയാവും? GSTR 1Aയിൽ ചെയ്യുമല്ലോ, ഇൻക്ലൂഡ് ചെയ്യുമല്ലോ, അതിൽ 1 lakh ആവും. ഓക്കെ, സോ ടോട്ടൽ സെയിൽസ് എത്രയാവും? ടോട്ടൽ സെയിൽസ് വിൽ ബി 11 lakhs ആവും. 3Bയിൽ GSTR 3Bയിൽ എത്രയാവും? 11 lakhs ആവും. സോ യു സീ ഹിയർ, ഔട്ട്വേർഡ് സപ്ലൈയിലുള്ള സെയിൽസും 3Bയിലുള്ള ലയബിലിറ്റിയും എന്താവും? മാച്ചിങ് ആവും അവിടെ. ഓക്കെ അല്ലേ? ബട്ട് അത് ജനുവരി മാസം തന്നെ എന്ത് ചെയ്യും? സംഭവിക്കും. ജാനുവരി 10 lakhs എന്തായാലും കാണിച്ചല്ലോ, ജാനുവരി. ഓക്കെ, ബട്ട് ദിസ് മിസ്ഡ് ഔട്ട് 1 lakh, ദിസ് വിൽ റിഫ്ലക്ട് ഓൺലി ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി. കാരണം വെച്ചാൽ ഇത് 1Aക്ക് എപ്പോഴാണ് ചെയ്യുന്നത്? ഏത് ടാക്സ് പീരീഡിലാണ് ചെയ്യുന്നത്? ഫെബ്രുവരി എന്നുള്ള ടാക്സ് പീരീഡിലാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ അതുമല്ല, GSTR 1ന് ശേഷമുള്ള ഡേറ്റിലല്ലേ ചെയ്യുന്നത്. 1 lakh will not reflect in GSTR 2B of the recipient in the month of January. It will reflect in GSTR 2B of the recipient in the month of February only. Okay, so ഫെബ്രുവരിയിൽ GSTR 2Bയിൽ എന്ത് ചെയ്യുള്ളൂ? ഈ 1 lakh റിഫ്ലക്ട്. സോ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലയബിലിറ്റി, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി of the, sorry for the mistake, spelling mistake, supplier will get matched, or corrections can be made. Okay, corrections can be made with GSTR 1 അല്ലെങ്കിൽ GSTR 1A with GSTR 3B. Okay അല്ലേ? But recipient will not get ITC during the month of January, will get ITC only in the next month. Okay, why 1A GSTR, it is disclosed after the due date of GSTR 1. Okay, so even if it is disclosed before the due date of GSTR 1 also, എന്ത് സംഭവിക്കില്ല? അത് ആ മാസത്തിൽ റിഫ്ലക്റ്റ് ആവില്ല. ബിക്കോസ് 1A യൂസ് ഫോർ കറക്ഷൻസ്. അതുമല്ല, 1A ആക്ടിവേറ്റ് ചെയ്യുന്നത് GSTR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടും എന്താ പറയുക, 14th ഇല്ലേ, നെക്സ്റ്റ് മന്തിലെ 14th ഓൺ ഓർ ആഫ്റ്റർ 14th
till the filing of 3B. ഈ സമയത്തിനുള്ളിലാണ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്ന് കറക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് വായിച്ച് നോക്കാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ അമെൻമെൻ്റ് ഒക്കെ പോസിബിൾ ആണ്, കറക്ഷനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും മിസ്സായി പോയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മാസത്തെ 3Bയിലെ ഔട്ട്പുട്ട് ടാക്സ് സെയിൽസ് ആയിട്ട് മാച്ച് ആക്കാൻ പറ്റും സപ്ലയറിൻ്റെ. പക്ഷേ റെസിപ്പിയൻറ്റിൻ്റെ 2Bയിൽ അത് നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യുള്ളൂ, റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ ദ ആൻസർ. As per the proviso to Rule 59(1), a registered person may, after furnishing outward supply, inform GSTR 1 ഫയൽ ചെയ്തതിന് ശേഷം for a tax period, but before എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ട 1A, but before filing GSTR 3B. ഓക്കെ, ഒരു പ്രാവശ്യം 1A ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 1A A for amendment അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അമെൻമെൻ്റ് ഒന്നും 1A ത്രൂ ചെയ്യാൻ പറ്റില്ല. വൺസ് 1A ഒറ്റ ടൈം ചാൻസ് ഉള്ളൂ ഫയൽ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. For a set tax period. So 1A ഫയൽ ചെയ്യേണ്ട പീരീഡ് എങ്ങനെയാണ് പറയുന്നത്? ആഫ്റ്റർ ഫർണിഷിംഗ് GSTR 1 ആൻഡ് ബിഫോർ ഫയലിംഗ് വാട്ട് GSTR. പ്ലീസ് നോട്ട് ഡൗൺ ദിസ് പോയിന്റ് 3B. സോ ഈ ഗ്യാപ്പിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ലെറ്റ് സി. സോ ഫസ്റ്റ് സെറ്റ് പീരീഡ് അറ്റ് ഇസ് ഓപ്ഷൻ അമെൻഡ് ചെയ്യാം. എന്തെങ്കിലും ഇൻവോയ്സ് മാറിപ്പോയി, സേ വാല്യൂ മാറിപ്പോയി, അമെൻഡ് ചെയ്യാം. ഓക്കെ, ഫർണിഷ് അപ്പോൾ അഡീഷണൽ ഇൻഫോം, മിസ്സായി പോയി ഇൻവോയ്സ്, ആഡ് ചെയ്യാനേ വിട്ടുപോയി, അപ്പോൾ അഡീഷണൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് സപ്ലൈയുടെ ഫർണിഷ് ചെയ്യാം ഇൻ 1A ഫോർ സെറ്റ് ടാക്സ് പീരീഡ്. ദസ് അപ്പോൾ എന്ത് ചെയ്യാം, ദസ് മെഹുൽ എൻ്റർപ്രൈസസ് ഹാസ് ഓപ്ഷൻ ടു ഫർണിഷ് ഡീറ്റെയിൽസ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ടു വൈശാലി ഇൻ 1A. എപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ, on or after 14th February, but before filing of GSTR 3B. Okay, so we can see over here നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇതിന് ശേഷം ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാവും GSTR 2Bയുടെ. ഓക്കെ, അത് പറയുന്നത് 14th ആണ്. ഓക്കെ, 14th to 20th. So this will be the time period during which GSTR 1A can be filed. This will be the time period during which GSTR 1A can be filed. Is that clear? So file ചെയ്യാം. അപ്പോൾ liability എല്ലാം 3Bയിലും 1ലൊക്കെ മാച്ച് ആവും for January. The corresponding effect of changes made through 1A on liability of Mehul Enterprise shall be reflected in 3B. നമ്മൾ ഓൾറെഡി കണ്ടില്ലേ, ഇവിടെ നമ്മൾ എക്സലിൽ കണ്ടായിരുന്നു. എന്താ നമ്മൾ എക്സലിൽ കണ്ടത്, 1Aയിലെ ലയബിലിറ്റി ഉണ്ടോ, സെയിൽസ് ഇവിടെ മാച്ചിങ് ആയി, 3Bയിലുള്ള സെയിൽസ് ഇവിടെയും മാച്ചിങ് ആയി. പക്ഷേ ഇൻപുട്ട് 1 lakhൻ്റെ റെസിപ്പിയൻറ്റിന് നെക്സ്റ്റ് മന്തേ കിട്ടുള്ളൂ. നെക്സ്റ്റ് മന്ത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ഔട്ട്പുട്ട് മാച്ച് ചെയ്യാൻ മാത്രമേ ഇത് ഹെൽപ്ഫുൾ ഉള്ളൂ. ആ ഇൻപുട്ട് റെസിപ്പിയൻറ്റിന് കിട്ടണമായിരുന്നു ആ മാസം. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോം ആയതിനെ, പക്ഷേ നെക്സ്റ്റ് മന്തേ കിട്ടുള്ളൂ. ഓക്കെ, സോ റൂൾ 60 സബ് റൂൾ 7 2A speaks about, provides that the additional details or amendments in details of outward supply furnished by a supplier in 1A filed after the due date of GSTR 1 for the previous tax period shall reflect in GSTR 2B for the current period. This simply implies that ITC of supplies declared or amended by the suppliers through GSTR 1A will be available to the recipient in 2B generated during the next tax period. Okay, so next tax period le endu cheyullu adu kittullu. Thus details of missing invoice of Vaishali traders will be available in GSTR 2B for the month of February le kittullu. So conclusion endaanu vechal supplier inde tax match ചെയ്യാം ആ മാസം. സോ 1 and 3B ടാക്സ് വിൽ വോട്ട് മാച്ച്. പക്ഷേ റെസിപ്പിയൻറ്റിന് എന്ത് സംഭവിക്കുകയുള്ളൂ, മിസ്സായി പോയതെല്ലാം 1A കാണിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തേ എന്ത് ചെയ്യുള്ളൂ, ITC കിട്ടുള്ളൂ. ദിസ് ഇസ് ദ കൺക്ലൂഷൻ. സോ ഐ ഹോപ്പ് ഈ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. Question number 8. Mr. Bindu sir is an employee.
Okay, he's an employee in Galgotia and Sons, working at its Mumbai office, Maharashtra. Okay, so Bindusar is working Maharashtra. Okay, so I'll take the Excel file and we'll see this is related to a place of supply IGST. Okay, 10 subsection 1 clause CA. So I'll take the Excel file. Bindusar is in Maharashtra. So place of supply, this is related to place of supply. And what's happening? Bindusar is an unregistered under GST. He's unregistered under GST. Unregistered. Okay. And then what happens? Under GST, his family is located. He is in Maharashtra and his family is located in Bareilly, Uttar Pradesh. Okay, so family is located in Uttar Pradesh, UP. Okay, so let's see what happens next. His son requires a laptop. അയാളുടെ മകന് എന്ത് വേണം? ഒരു ലാപ്ടോപ്പ് വേണം ഫോർ എ സ്കൂൾ പ്രൊജക്ട് ഓൺ അർജൻറ്റ് ബേസിസ്. അപ്പോൾ ഉത്തർപ്രദേശിലുള്ളതാണ് മകനുള്ളത്, മകന് ലാപ്ടോപ്പ് വേണം. Therefore, Bindusar places an order on Amazon, Amazing.in, an e-commerce operator, e-commerce platform. Okay, അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇരുന്നിട്ട് മകൻ ഉത്തർപ്രദേശിലുള്ള മകന് വേണ്ടിയിട്ട് Amazing.in എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു, ലാപ്ടോപ്പ് ഫോർ സപ്ലൈ ഓഫ് ലാപ്ടോപ്പ് ഓഫ് ലേറ്റസ്റ്റ് കോൺഫിഗറേഷൻ ഫോർ എ സൺ. അതൊക്കെ കഥകളാണ്. which is to be delivered at the residential address located in ഉത്തർപ്രദേശ്. അപ്പോൾ എങ്ങോട്ട് ഡെലിവർ ചെയ്യാൻ പോകുന്നത്? ഉത്തർപ്രദേശിലേക്കാണ് അത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ മൂവിങ് ഫർദർ, മിസ്റ്റർ ബിന്ദുസാർ വൈൽ പ്ലേസിംഗ് ദി ഓർഡർ ഓൺ ദി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, അയാൾ പ്ലേസ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? ബില്ലിംഗ് അഡ്രസ്സ് എന്ത് ചെയ്തു? ബില്ലിംഗ് അഡ്രസ് ഓഫീസ് അപ്പാർട്ട്മെൻറ്റ് ലൊക്കേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. അപ്പോൾ ബില്ലിംഗ് അഡ്രസ്സ് അയാൾ എന്താ ചെയ്തത്? അയാൾ ജോലി ചെയ്യുന്ന മഹാരാഷ്ട്രയുടെ ഇതിലാണ് ബില്ലിംഗ് അഡ്രസ്സ് കൊടുത്തത്. യു ആർ റിക്വയർഡ്, പക്ഷേ ഡെലിവറി എങ്ങോട്ടാണ് കൊടുത്തത്? യു ക്യാൻ സീ ഹിയർ ഡെലിവറി എങ്ങോട്ടാണ് കൊടുത്തത്? ലൊക്കേറ്റഡ് ഇൻ ഉത്തർപ്രദേശിലേക്കാണ് ഡെലിവറി കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ എക്സലിൽ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? സോ ബില്ലിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതാ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിംഗ് അഡ്രസ് മഹാരാഷ്ട്ര, ബിൽ ടു മഹാരാഷ്ട്ര, ഷിപ്പ് ടു ഡെലിവറി അഡ്രസ്, ഷിപ്പ് ടു ഓർ ഡെലിവറി അഡ്രസ് ബിൽ ടു ഷിപ്പ് ടു കേസായി അല്ലേ, ഇസ് ഉത്തർപ്രദേശ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളതാണ് ഡിസ്കഷൻ പോയിന്റ്. നമ്മൾ ബിൽ ടു ഷിപ്പ് ടു കേസ് പല ഇതിൽ കണ്ടായിരുന്നു അല്ലേ? ITC ഇൻപുട്ട് ടാക്സ് റേറ്റിൻ്റെ ഇതിൽ കണ്ടായിരുന്നു. പ്ലേസ് ഓഫ് സപ്ലൈയിൽ IGST ആക്ടിലെ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ക്ലോസ് ബിയിൽ കണ്ടായിരുന്നു ബിൽ ടു ഷിപ്പ് ടു കേസ്. CA-യിലേക്കാണ് ഇത് വരുന്നത്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെയാണ് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനൊരു സർക്കുലർ തന്നെ റിലീസ് ചെയ്തു, ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളതിനെ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട്. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇൻ ദിസ് ഗിവൻ കേസ് നോർമലി ഷിപ്പ് ടു ബില്ലിംഗ് എങ്ങോട്ടാണ് എന്താ പറയുക, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നത്. ബില്ലിംഗ് എങ്ങോട്ടാണ്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ നോർമലി വരാറ്. ഈ ഒരു കേസിൽ ഇതൊരു ബിൽ ടു ഷിപ്പ് ടു ആണെങ്കിൽ കൂടി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്? ഡെലിവറി പോകുന്നത്, അൺരജിസ്റ്റേർഡ് പേഴ്സൺ. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സർക്കുലർ വായിക്കാണ്ട് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമ്മൾ എന്താ പറയുക, തിയറി ബേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ഒരുപക്ഷെ തെറ്റിപ്പോകാൻ ചാൻസസ് ഉണ്ടാവും. കാര്യം when I take our study material, നമ്മളുടെ മെറ്റീരിയൽ നോക്കുമ്പോഴേക്കും we can see over here 10 subsection CA1 CA clarity in address. ഓക്കെ, എന്താ അൺരജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കുകയാണെങ്കിലുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺ അഡ്രസ് ഓഫ് ദ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അഡ്രസ് ഓഫ് ദി അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇവിടെ ആരാ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ളത്? ഇവിടെ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ളത് ആ വാങ്ങിച്ച ആളാണ്, ഓർഡർ കൊടുത്ത ആളാണ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ളത്. എല്ലാം കൺഫ്യൂസിങ് ആക്കിയിട്ട് തന്നിരിക്കുന്നത്. ഈ സർക്കുലർ വാങ്ങിക്കാണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് പറയും? മഹാരാഷ്ട്രയാണെന്ന് പറയും, അതായത് അഡ്രസ് ഓഫ് ദി അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, the place of the recipient, if the address is available, address available ആണല്ലോ billing address, name of the state shall be considered as the address. ഇവിടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല.
അപ്പോൾ സ്റ്റേറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ബില്ലിംഗ് സ്റ്റേറ്റ് ആണോ ഡെലിവറി സ്റ്റേറ്റ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്ലേസ് ഓഫ് സപ്ലയർ ആയിരിക്കും അഡ്രസ്സ് ഇല്ലെങ്കിൽ. ഇവിടെ അഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഈ കാറ്റഗറിയിലേക്ക് വരും അഡ്രസ് ഓഫ് ദി അൺരജിസ്റ്റേർഡ് പേഴ്സൺ. സോ ഇത് വെച്ച് നമ്മൾ CA ക്ലാരിറ്റി ഇൻ അഡ്രസ്സ് അത് വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ നമ്മുടെ ആൻസർ ഒരുപക്ഷെ തെറ്റിപ്പോവാൻ ചാൻസസ് ഉണ്ടാവും. ഒരു സർക്കുലർ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അഡ്രസ് ഓഫ് ദ അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആൻസർ മഹാരാഷ്ട്രയായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ടാവും. ഓക്കെ, സോ ലെറ്റ് സി എ സർക്കുലർ. സർക്കുലറിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ റീഡ് ദി ആൻസർ. Just a second. I'll read the answer. As per the provisions of 1CA of the IGST Act 2017, where the supply of goods is made to an unregistered person. ഇത് 10(1)B നെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബിൽ ടു ഷിപ്പ് ടു, ദാറ്റ് ഈസ് രജിസ്റ്റേർഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അൺരജിസ്റ്റേർഡിൻ്റെ കേസസിലാണ് ഇത് പറയുന്നത്. The place of supply would be the location as per the address of the said person recorded in the invoice. Okay, so and the location of the supplier where address of the person is not available. Okay, ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. Further as per explanation to said clause, recording of the name record ചെയ്താൽ തന്നെ എന്ത് പറയും, അഡ്രസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. സേ നെയിം ഓഫ് ദ സ്റ്റേറ്റ്, സേ കൽക്കട്ടയിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക, അയാളുടെ പേര് എഴുതാണ്ട് കൽക്കട്ട എന്ന് മാത്രം എഴുതണം. സോ IGST ആയിരിക്കും ചാർജ് ചെയ്യുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, so recording of the name of the state of the unregistered person on the invoice shall be deemed to be the recording of the address of the said person. അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ബിൽ ടു ഷിപ്പ് ടു എന്താ പറയുക, GST ഉള്ള ഒരാൾ GST ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യുമ്പോഴേക്കും ബിൽ ടു ഷിപ്പ് ടുവിനെ കുറിച്ചൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സർക്കുലർ റിലീസ് ചെയ്തത്. 209 എന്നുള്ള സർക്കുലർ നമ്പറാണത്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ amazing.in എന്താ ചെയ്തത്, ബിൽ ടു ബിന്ദുസാർ മഹാരാഷ്ട്ര ആൻഡ് ഷിപ്പ് ടു ഹിസ് സൺ ഫാമിലി ഇൻ ഉത്തർപ്രദേശ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ വേർ ദി അഡ്രസ് ഓഫ് ദ ഡെലിവറി ഏതാ, UP ആണ് അല്ല, അഡ്രസ് ഓഫ് ദ ഡെലിവറി ഈസ് UP, ഓഫ് ദ ഗുഡ്സ് റെക്കോർഡ് ഓൺ ദ ഇൻവോയ്സ് ഈസ് ഡിഫറെൻ്റ് ആണ് ഇവിടെ അല്ലേ. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഫ്രം ദ ബില്ലിംഗ് അഡ്രസ് എവിടെയാ, മഹാരാഷ്ട്രയാണ്. ബില്ലിംഗ് അഡ്രസ് ഇസ് മഹാരാഷ്ട്ര, കറക്റ്റ്. സോ ഇവിടെ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓഫ് ദ സെഡ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഓൺ ദി ഇൻവോയ്സ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ഏതാണെന്നാണ് പറയുന്നത്, 1CA ഷാൽ ബി ദ അഡ്രസ് ഓഫ് ഡെലിവറി ആയിരിക്കും ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, അഡ്രസ് ഓഫ് ഡെലിവറി. സോ ഇൻ ദിസ് കേസ് ഇറ്റ്സ് നോട്ട് ദ ബില്ലിംഗ് അഡ്രസ്, ഇറ്റ്സ് നോട്ട് മഹാരാഷ്ട്ര, ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ഡെലിവറി ഓഫ് ദ ഗുഡ്സ്, ദാറ്റ് ഇസ് ഉത്തർപ്രദേശ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, സോ ഉത്തർപ്രദേശ് ഷാൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. ഇതും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇപ്രാവശ്യത്തെ എക്സാമിന്. ഡയറക്ട്ലി ചാൻസസ് ആർ ഹൈ. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. നോർമൽ കേസ് ആണെങ്കിലോ ബിൽ ടു മഹാരാഷ്ട്ര, എന്താ പറയുക, ബിൽ ടു ബിന്ദുസാർ ഇൻ മഹാരാഷ്ട്ര, ഷിപ്പ് ടു ബിന്ദുസാർ ഇൻ മഹാരാഷ്ട്ര, പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി മഹാരാഷ്ട്ര ഇറ്റ് സെൽഫ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? Also, in such cases involving supply of goods to an unregistered person where billing address and delivery address are different, ആണെങ്കിൽ the supplier may record the delivery address or as the address of the recipient on the invoice. So in this case, family. For the purpose of determination of place of supply of this, thus the place of supply of laptop in this case shall be Uttar Pradesh, that is Bareilly, Uttar Pradesh. That's the answer. Is that clear? സോ ഇതും ഡയറക്റ്റ്ലി ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്. റീസെൻ്റ്ലി റിലീസ് ചെയ്തൊരു സർക്കുലറിനെ ബേസ് ചെയ്തിട്ടാണ്, 26 ജൂൺ 2024 റിലീസ് ചെയ്തൊരു സർക്കുലറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം. ഇസ് ദാറ്റ് ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വയറി, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, സോ ഇത് നമ്മൾ സർക്കുലറിനെ നോക്കുവാണെങ്കിൽ, ദിസ് ഇസ് എ സർക്കുലർ. ഓക്കെ, particularly being supplied through e-commerce operator. എല്ലാത്തിലും ഉണ്ട്, പക്ഷേ particularly especially for what, especially in the context of supply made through e-commerce operator. Is that clear? ഇതാണ് ക്ലാരിഫിക്കേഷൻ വന്ന ഒരു സർക്കുലർ. ഓക്കെ, ഓക്കെ, ഡൺ. 209. ഓക്കെ, സർക്കുലർ നമ്പർ ഓർത്തിരിക്കണമെന്നില്ല. ഇഫ് യു ക്യാൻ റികളക്ട് ആൻഡ് റിമെമ്പർ, വളരെ നല്ല കാര്യമായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വയറി. നെക്സ്റ്റ് ലെറ്റ്സ് സീ ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് എക്സംഷൻസ് റിലേറ്റഡ് ആയിട്ടാണ്. എക്സംഷൻ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി
12/2017 എന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്പർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്പെസിഫിക്കലി നിങ്ങൾ എഴുതണം 12/2017 എന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്പർ. ഇസ് ദാറ്റ് ക്ലിയർ? സോ എക്സംഷൻസിൻ്റെ ഒരു നമ്മൾ സ്റ്റോറി വെച്ചിട്ട് എക്സംഷൻസ് പഠിച്ചതല്ലേ, സ്റ്റോറി ഗോയിങ് കൺസേൺ അല്ലേ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഗോയിങ് കൺസേൺ ആയിരുന്നു, റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ഇവൻസുകളൊക്കെ വരെ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോർഡ് നടത്തിയത്, മ്യൂസിക് കേട്ടു അല്ലേ. സോ അങ്ങനെ നമ്മൾ നോക്കിയായിരുന്നു. എന്താ പറയുക, നമ്മൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇതിൽ റെയിൽവേസിനെ കുറിച്ചെല്ലാം നോക്കിയായിരുന്നു. ഫസ്റ്റ് ക്ലാസ്, മെട്രോ റെയിൽ, ട്രാംവേ, ഇതെല്ലാം നമ്മൾ എന്താ പറയുക ക്ലാസ്സിൽ എടുത്ത് കണ്ടായിരുന്നു. സോ ഇത് എൻ്റെ ക്ലാസ് എക്സ്ക്ലൂസീവ്ലി അറ്റൻഡ് ചെയ്തവരുടെയാണ്. സോ വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. സോ ക്ലാസ്സിലെല്ലാം നമ്മൾ എടുത്ത് കണ്ടായിരുന്നു. പക്ഷേ കുറച്ച് അഡീഷണൽ ആയിട്ട് എക്സംഷൻസിലേക്ക് അമെൻമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അമെൻമെൻറ്റ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ്ലി തന്നെ ഉണ്ട്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ 2-3 കാര്യങ്ങൾ അവിടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എത്ര സർവീസാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7 സർവീസസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുറേയൊക്കെ നമ്മളുടെ മെറ്റീരിയൽ തന്നെ ഉണ്ട്. അമെൻമെൻറ്റ് വന്നതും കൂടി നമുക്ക് സ്പെസിഫിക്കലി എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ക്ലോക്ക് റൂം സർവീസസ്. ക്ലോക്ക് റൂം സർവീസസ് നമ്മളുടെ എന്താ പറയുക അനാലിസിസ് പാർട്ടിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ക്ലോക്ക് റൂം സർവീസ് അത് വരാത്തതിൻ്റെ കാര്യം ഇപ്പോൾ അമെൻമെൻ്റ് ആയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലോക്ക് റൂം സർവീസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ നമ്മൾ ലഗേജസ് ഒക്കെ വെക്കില്ലേ ക്ലോക്ക് റൂം സർവീസസ്. ഓക്കെ, ക്ലോക്ക് റൂം സർവീസസ്. ഓക്കെ, റെയിൽവേ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലഗേജസ് വെക്കുന്ന അതിനെയാണ് ക്ലോക്ക് റൂം സർവീസസ് എന്ന് എന്താ പറയുന്നത്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. ഇത് ഇപ്പോൾ എക്സംഷൻ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ എൻട്രി നമ്പർ 9E ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സർവീസസ് പ്രൊവൈഡ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ടു ഇൻഡിവിജ്വൽസ് ആണ് കേട്ടോ. ഇൻഡിവിജ്വൽസ് പ്രത്യേകം ഓർക്കുക, ടു ഇൻഡിവിജ്വൽസ്. സെയിൽ ഓഫ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ്, നമ്മൾ കയറുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ഇല്ലേ, അതെടുത്തിട്ട് വേണമല്ലോ കയറാനായിട്ട്. അത് എക്സംപ്റ്റഡ് കാറ്റഗറിയിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫെസിലിറ്റി ഓഫ് റിട്ടയറിംഗ് റൂംസ് ഓർ വെയിറ്റിംഗ് റൂംസിൽ എന്തെങ്കിലും ചാർജസ് ഉണ്ടെങ്കിൽ അത് എക്സംഷൻ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലോക്ക് റൂം, ഈ ലഗേജസ് വയ്ക്കുന്ന എക്സംഷൻ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസ്. ഓക്കെ, ചിലപ്പോൾ റെയിൽവേസിൽ അങ്ങനെ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകാനായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും ഇപ്രാവശ്യത്തെ എക്സാമിന് ചോദിക്കാനായിട്ട് വളരെയധികം സാധ്യതകളുള്ളതാണ്. ഈ 4 കാറ്റഗറി അല്ലേ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ള പോലെ നമുക്കൊരു കോഡ് ഫോം ചെയ്താലോ, എന്ത് പറയുന്നു? സോ നമുക്കിങ്ങനെ ഒരു കോഡ് ഫോം ചെയ്താലോ, PwC auditors came in battery operated cars, or PwC auditors used. Okay, you can also write PwC auditors used battery operated cars in railway station. Is that clear? Railway station. Okay, you can use this code word. P എന്ന് വെച്ചാൽ എന്താ, പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ആയി. W എന്ന് വെച്ചാൽ വെയിറ്റിംഗ് റൂംസ് ഓർ റിട്ടയറിംഗ് റൂംസ് ആയി. C എന്ന് വെച്ചാൽ ക്ലോക്ക് റൂംസ് ആയി. ആൻഡ് ദ ബാറ്ററി ഓപ്പറേറ്റഡ് കാർസ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PwC, P എന്തായി, പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ആയി. W എന്തായി, വെയിറ്റിംഗ് റൂംസ് ഓർ റിട്ടയറിംഗ് റൂംസ് ആയി. C എന്തായി, ക്ലോക്ക് റൂംസ് ആയി. ആൻഡ് ദേ യൂസ്ഡ് ബാറ്ററി ഓപ്പറേറ്റഡ് കാർസ് ഇൻ റെയിൽവേ സ്റ്റേഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതാണ് എക്സംഷൻസിലേക്ക് വന്നത്. നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്താലോ. സോ ക്ലോക്ക് റൂം സർവീസ് എന്തായി, എക്സംപ്റ്റഡ് ആയി. ഇസ് ദാറ്റ് ക്ലിയർ? സർവീസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് സെക്കൻഡ് ക്ലാസ് എന്തായിരുന്നു നമ്മളവിടെ, ഗോൾഡൻ പെയർസ്, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. നമ്മളവിടെ ഓട്ടോറിക്ഷ, ഇ റിക്ഷ ഉണ്ട്, ഇൻലാൻഡ് വാട്ടർവേസ്. ആ റെയിൽവേസിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സംപ്റ്റഡ് കണ്ടായിരുന്നു? ടാക്സബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് AC എയർ കണ്ടീഷൻ, അതാണ്. ബാക്കിയുള്ളതെല്ലാം എക്സംപ്റ്റഡ് ആണെന്നുണ്ടായിരുന്നു. സോ ഇത് സെക്കൻഡ് ക്ലാസ് ആണ്, അപ്പോൾ ഇത് എക്സംപ്റ്റഡിലേക്ക് വരും. പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ഇപ്പോൾ നമ്മൾ കണ്ടു, PwCയുടെ ഇതിൽ എക്സംപ്റ്റഡിലേക്ക് വരും. റെൻറ്റിംഗ് ഓഫ് വെയർ ഹൗസ് ലൊക്കേറ്റഡ് ഇൻ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ ടു പറാസ് ട്രേഡേഴ്സ്. ഓക്കെ, സോ അവർക്കാണത് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് എക്സംഷൻസിലേക്കൊന്നുമില്ല, ടാക്സബിൾ ആവും. സർവീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ഇൻ എയർ കണ്ടീഷൻ കോച്ചസ്. എയർ കണ്ടീഷൻഡ് ആകുമ്പോൾ എന്താവും, ടാക്സബിൾ ആവും. നമ്മളത് ഗോൾഡൻ പേസ് എന്നുള്ളതിൽ നമ്മൾ കണ്ടായിരുന്നു. സോ ഇപ്പോൾ 2 എണ്ണം ടാക്സബിൾ ആയിട്ടുണ്ട്. സർവീസസ് ബൈ പേ ഓഫ് വാട്ട്, റിലീഫ് മെറ്റീരിയലിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. ഇത് നമ്മൾ എന്താ പറയുക, നമ്മളുടെ തിയറി പാർട്ടിലുണ്ടത്. എക്സംഷൻസിൽ ജസ്റ്റ് സെക്കൻഡ്.
relief materials. Scorpio, the driver came in Scorpio. Relief material. A second. Scorpio, you can see here. Scorpio are relief materials. Is that clear? Relief materials. Then there's a spelling mistake. Relief materials. And അടുത്തത് എന്തായിരുന്നു? അടുത്തതുള്ളത് ഓർഗാനിക് മാനുവർ ആണ്. അതും സ്കോർപ്പിയോയിലുണ്ട്. സ്കോർപ്പിയോയിലെ ഓയിലുണ്ട്, ഓർഗാനിക്. അതും എക്സെപ്റ്റഡ് ആണ്. സോ ദിസ് വൺ ഈസ് ഓൾസോ എക്സെപ്റ്റഡ്. ദിസ് വൺ ഈസ് ഓൾസോ എക്സെപ്റ്റഡ്. യു ക്യാൻ സീ ഹിയർ ഓർഗാനിക് മാനുവർ. ഇസ് ദാറ്റ് ക്ലിയർ? സോ അമെൻമെൻറ്റ് വന്ന അത്രയും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് ദിസ് ഈ ക്വസ്റ്റ്യനും ആൻസർ കഴിഞ്ഞിട്ടുണ്ട്. സോ രണ്ടെണ്ണേ ടാക്സബിൾ ഉള്ളൂ. ഏതൊക്കെയാ? ഫോർത്ത് വൺ ആൻഡ് ഫിഫ്ത്ത് വൺ. ആൻസേഴ്സ് നമുക്ക് നോക്കാം. ദ ക്ലോക്ക് റൂം എന്താ? ക്ലോക്ക് റൂം ഇസ് exempt. Service എന്താ? ട്രാൻസ്പോർട്ടേഷൻ സെക്കൻഡ് ക്ലാസ് എന്താ? ഇറ്റ് ഇസ് exempt. പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് നമ്മളിപ്പോൾ കണ്ടു, PWC exempt. Renting of warehouse, taxables and service supplied by Ministry of Railways by way of renting of immobile property to a registered under GST are not exempt. Further, tax on said service is payable by the railways under what? Forward charge. Taxable kandu 4 and 5. Air conditioned ആകുമ്പോഴേക്കും എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. റിലീഫ് മെറ്റീരിയൽ നമ്മളിപ്പോൾ കണ്ടു, എക്സെപ്റ്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വാട്ട്? ഓർഗാനിക് മാനുവർ ഇസ് ഓൾസോ എക്സെപ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഇസ് question number 10. Let's see question number 10 നോക്കാം. Mr. Hridya has obtained voluntary registration എടുത്തിരിക്കുന്നത്. സ്വമേധ രജിസ്ട്രേഷൻ എടുത്തിരിക്കുക. ചിലപ്പോൾ ലിമിറ്റ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അണ്ടർ ദ GST law in മധ്യപ്രദേശിൽ എടുത്തിരിക്കുന്നത് ഇൻ ദ മന്ത് ഓഫ് ജനുവരി, ബട്ട് ഹാസ് നോട്ട് കമൻസ്ഡ്. എന്ത് ചെയ്തിട്ടില്ല? കമൻസ് ചെയ്തില്ല ബിസിനസ്. ഓക്കെ, ടിൽ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. സോ അപ്പോൾ എത്ര മാസമായി? രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് ജനുവരി അല്ലേ? സോ 6 മാസം വരെ ഒന്നും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ 6 മാസത്തിന് മേലെ അത്രയും നാളായിട്ട് കമൻസ് ചെയ്തിട്ടില്ല. അതിനർത്ഥം എന്താ? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലേ? അപ്പോൾ എത്ര മാസമായി? ഏകദേശം 8 മന്ത്സോളമായി അല്ലേ? 8 അല്ലേ? ശരിയല്ലേ? 1 2 3 4 5 6 7 8 മന്ത്സ് ആയ. സോ ഗ്രേറ്റർ ദാൻ എത്രയായി? 6 മന്ത്സ് ആയിട്ടും എന്ത് ചെയ്തിട്ടുള്ള ബിസിനസ് കമൻസ് ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ഒക്ടോബർ മാസം എന്ത് സംഭവിച്ചു? പ്രോപ്പർ ഓഫീസർ ഇഷ്യൂസ് ഷോ കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഫോർ ദ ക്യാൻസലേഷൻ, ഞങ്ങൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നോട്ടീസ് അയച്ചു. യു ആർ റിക്വയർഡ് ടു എക്സാമിൻ ചെയ്യുക വെദർ ദി ആക്ഷൻ ടേക്കൺ ബൈ ദ പ്രോപ്പർ ഓഫീസർ ഇസ് ജസ്റ്റിഫൈഡ്. ക്യാൻസൽ ചെയ്യാമോ ഓഫീസർക്ക്? നിങ്ങൾ പറയാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾസോ ലിസ്റ്റ് ഡൗൺ ദി അതർ സർക്കംസ്റ്റാൻസസ്, അതായത് കമൻസ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ക്യാൻസലേഷൻ നോട്ടീസ് അയച്ചു. ഇതേപോലെ വേറെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ എന്താ പറയുക, ഒരു ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയക്കാം. ലിസ്റ്റ് ഡൗൺ ദി അതർ സിറ്റുവേഷൻസ് വെൻ ദ പ്രോപ്പർ ഓഫീസർ ക്യാൻ ക്യാൻസൽ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 29. നമ്മൾ സ്പെസിഫിക്കലി ഒരു കോഡ് വേർഡ്, ഫസ്റ്റ് ചോദ്യം ഇത് ശരിയാണോ എന്നുള്ളതാണ്. ശരിയാണ്. സെക്ഷൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് എഴുതാം, വേറെ സിറ്റുവേഷൻസും എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കണ്ടായിരുന്നു. നമ്മളുടെ മെറ്റീരിയൽ മൊഡ്യൂളിൽ GST മന്ത് ക്ലാസ്സിൽ നമ്മൾ കണ്ടു. എന്താണ് മന്ത്ര കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി ഓഫീസർക്ക് എന്ത് ചെയ്യാം? ദി ഓഫീസർ ക്യാൻ ബൈ മീൻസ് ഓഫ് ഫ്രോഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഷാൽ പ്രോബ് ഇൻ ടു ഫർദർ ഡീറ്റെയിൽസ്. അതിൽ ഒരെണ്ണമാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യാം ഓഫീസർക്ക്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിസ്റ്റ് ഓഫ് സർക്കംസ്റ്റൻസസ് പ്രോപ്പർ ഓഫീസർ ക്യാൻ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ അല്ലേ? ആസ് പെർ സെക്ഷൻ 29(2) കണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് RTP വന്നിട്ടുണ്ട്. സോ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് നോട്ട് ഡൺ വിത്തിൻ 6 months. സോ ഇൻ ദിസ് കേസ് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട് ഓഫീസറിന്? ഹൃദ്യയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ട്. കാര്യം ഗ്രേറ്റർ ദാൻ എന്തായി? 6 months ആയി കമൻസ് ചെയ്തിട്ടില്ല. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതേപോലെ വേറെ എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യു ക്യാൻ ഗോ ത്രൂ ദിസ്. നിങ്ങളടുത്ത് ഓൾറെഡി ആൻസേഴ്സ് ഉള്ളതാണല്ലോ. സോ യു ക്യാൻ ഗോ ത്രൂ ദിസ്. ഇസ് ദാറ്റ് ക്ലിയർ? ഫ്രോഡുലൻ്റ്ലി ഒബ്റ്റെയിൻ ചെയ്തു, കമൻസ്മെൻറ്റ്, ആൻറ്റി പ്രോഫിറ്ററിങ്. സോ യു ക്യാൻ സീ ഓവർ ഹിയർ ആൻസേഴ്സ് in the RTP. Okay, so commencement not done. Okay, commencement not done within 6 months. Okay, so pinnalada say non-filing of returns. Okay, you can see over here you're required to file the returns, non-filing of the returns. Okay, angana points ningalku endu cheyavunnana aa answer nokki kazhinjal ningalku kittum. Okay, bank account start cheyittilla. So
ഇറ്റ് വിൽ ബി ഓവർ ഹിയർ 10A എന്നുള്ള ഇതിൽ ഉണ്ടാവും ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നല്ല. 86B റൂൾ 99% ITC എടുക്കാൻ പാടുള്ളൂ. 10A വയലേറ്റ്സ് ദ പ്രൊവിഷൻസ് ഓഫ് 10A ബാങ്ക് അക്കൗണ്ട്. 86B 99%ൻ്റെ ബാങ്ക് അക്കൗണ്ട് 10A. ഇസ് ദാറ്റ് ക്ലിയർ? സോ അതിന് നിങ്ങൾക്ക് ആ ഒരു ആൻസർ നോക്കിയാൽ മതിയാവും. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. പറ്റാവുന്ന അത്രയും കേസ് സ്റ്റഡീസ് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തു. 30ഓളം കേസ് സ്റ്റഡീസ് ഉണ്ട്. അത് ഓരോ ദിവസം 1-2 വെച്ച് നോക്കുക കേസ് സ്റ്റഡി. സോ യു ക്യാൻ ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡീനെ വെച്ചിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. സോ RTP നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആകെ 3-4 പേര് എൻ്റെ അടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. എന്താ പറയുക, പിന്നെ അനക്ക, അങ്ങനെ കുറച്ച് പേര് എൻ്റെ അടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡൗട്ട് ചോദിക്കുന്നുള്ളൂ. എല്ലാവരും ചോദിക്കുക. ഓക്കെ.